Hi, praise God. Nice to meet you all. Rainbow. Hi, praise the Lord. Praise the Lord, brothers and sisters. Once again, നിങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ ഒരു ഞായറാഴ്ച നമുക്ക് ദൈവം തന്നല്ലോ. കർത്താവിൻ്റെ വിശ്വസ്തതകൾക്കായി സ്തോത്രം. ജോസഫ് ഫ്രാൻസിസ്, വിമൽ പോൾ, റൺപോൾ, മോനിഷ, പ്രദീപ്, വെരി നൈസ് ടു മീറ്റ് യു. എനിക്ക് തോന്നുന്നു ഒരുപാട് ലൈവുകൾ പല സ്ഥലങ്ങളിലുണ്ട്. എങ്കിലും അതീവ പ്രാധാന്യമുള്ളൊരു ബേബിച്ച സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആലപ്പുഴയിൽ എല്ലാവരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു. മിനി സിസ്റ്റർ, പ്രൈസ് ഗോഡ്. ഓക്കെ, നമ്മൾ നേരത്തെ 1-2 ദിവസത്തിന് മുമ്പ് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. തിരുമേശയും സഭയും പിന്നെ ലോക്ക്ഡൗണും എന്ന് പറഞ്ഞു. ഞാനിന്ന് വളരെ പ്രാധാന്യമുള്ള, അതീവ പ്രാധാന്യമുള്ള ചില വിഷയങ്ങൾ ഒരുമിച്ച് പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. സാഹചര്യങ്ങളോ മാനുഷികമായ ഒരു കാര്യവും അതിന് തടസ്സമല്ല, അല്ലെങ്കിൽ ഒരു മാനുഷിക സാഹചര്യങ്ങൾക്കോ ഒന്നും മാറ്റിവെക്കാൻ പറ്റാത്ത അമൂല്യമായ മനോഹരമായ ദൈവ പദ്ധതികൾ എങ്ങനെയാണ് ചലിക്കുന്നതെന്ന് ഞാൻ ശാന്തമായി വിശദീകരിക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ തിരുസഭ, കർത്താവിൻ്റെ വിശുദ്ധ സഭ എന്ന വിഷയത്തെക്കുറിച്ചുള്ള പഠനം ഞാൻ മുമ്പ് പല ലൈവുകളിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിലവിലുള്ള ധാരാളം സഭാ വിഭാഗങ്ങളുണ്ട്. അതിനെക്കുറിച്ചും കൂടെ എൻ്റെ ഒരു നിലപാടുകൾ ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കും. ആദിമസഭ മുതൽ 1-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച കർത്താവിൻ്റെ സഭ, അതിനെ എക്ലീഷ്യ എന്നാണ് നമ്മൾ പറഞ്ഞത്. എക്ലീഷ്യ അത് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഗവൺമെൻറ്റാണ്, ഗോഡ്സ് ഗവൺമെൻറ്. ആ എക്ലീഷ്യ നമ്മളിന്ന് കാണുന്ന സഭ എന്ന ചിത്രമല്ലായിരുന്നു. അതിനകത്ത് എക്ലീഷ്യ എന്ന് പറയുന്നത് സിറ്റിസൺസ് റൂളിംഗ് അസംബ്ലി എന്ന് ഞാൻ മുമ്പ് പല സമയങ്ങളിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തന വിരസതയ്ക്ക് വേണ്ടി അത് വീണ്ടും പറയുന്നില്ല. ഒരു ആവർത്തന വിരസമായതുകൊണ്ട്. വാസ്തവത്തിൽ ചർച്ച് എന്ന് പറയുന്നത് ഒരു മതപരമായ സ്ഥാപനമല്ല. കാരണം ക്രൈസ്റ്റ് ഒരു മതം സ്ഥാപിക്കാനല്ല ഭൂമിയിൽ വന്നത്. ക്രൈസ്റ്റിൻ്റെ എല്ലാ പ്രഖ്യാപനങ്ങളും ദൈവരാജ്യ സംബന്ധമായിട്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പറയാം. അവൻ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ. നമ്മൾ വിചാരിക്കും എന്തിനാ അയക്കപ്പെട്ടെന്ന് ചോദിക്കാറുണ്ട്. എന്തിനാ അയക്കപ്പെട്ടത്? അപ്പം ഞാൻ എൻ്റെ മോനെ അയൽവക്കത്ത് എന്തെങ്കിലും കാര്യം വാങ്ങാൻ പറഞ്ഞു വിട്ടാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പറഞ്ഞു വിട്ടാൽ, ഞാൻ അയക്കപ്പെട്ടവൻ അപ്പോസ്തലനാവത്തില്ല. ഈ അപ്പോസ്തോലൻ എന്ന വാക്ക് റോമൻ നാമം, അല്ലെങ്കിൽ റോമാക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ്. ഇത് ശ്രദ്ധിക്കണം. അവരുടെ ഇടയിൽ ഉപയോഗിച്ചിരുന്ന ഒരു പദപ്രയോഗമാണ് അപ്പോസ്തലൻ എന്ന് നമ്മൾ വിളിക്കുന്ന അപ്പോസ്തലൻ എന്ന വാക്ക്. അത് ക്രൈസ്തവ സഭയുടെ കുത്തക വാക്കല്ല. അപ്പോസ്തോലൻ എന്ന വാക്ക് റോം ഗവൺമെന്റ് ഉപയോഗിച്ച വാക്കാണ്. അതെന്തിനെന്ന് ചോദിച്ചാൽ, റോമിൻ്റെ കൾച്ചറും റോമിൻ്റെ സംസ്കാരവും
റോമിനെ ഏതെങ്കിലും ഒരു ദേശത്തെ ഇൻവേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു നാട് പിടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു നാടിനെ കൂടെ കൈവശപ്പെടുത്താൻ റോം ആഗ്രഹിക്കുന്നെങ്കിൽ, റോമിൻ്റെ അധിനിവേശം സാധ്യമാകാനായിട്ട് ആ നാട്ടിലേക്ക് അയക്കുന്ന ആളിൻ്റെ പേരാണ് അപ്പോസ്തലൻ. വളരെ പ്രധാനമാണ്. നമ്മൾ ക്രൈസ്തവ സഭ മതത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ ഈ അങ്ങോട്ടുള്ള യാത്രകൾ ക്രൈസ്തവ സഭയുടെ ഗ്രാഫ് താഴോട്ട് പോകുന്ന നാളുകളായിരിക്കും. വളരെ എമർജൻസിയായി ക്രിസ്തുവിൻ്റെ സഭ മതാന്ധതയിൽ നിന്ന്, മതാധിഷ്ഠിതമായ ചിന്താഗതിയിൽ നിന്ന് ദൈവരാജ്യത്തിൻ്റെ ചിന്താഗതിയിലേക്ക് വരണം എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കിന്ന് അപ്പോസ്തോലൻ എന്ന വാക്ക് നമ്മുടെ ചർച്ചിലെ ഏറ്റവും വലിയ ആളിൻ്റെ പേരാണ്. പക്ഷെ ക്രൈസ്റ്റ് 12 അപ്പോസ്തോലന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ ദൈവം ഉദ്ദേശിച്ചത് 12 രാജ്യങ്ങളിലേക്ക് ദൈവരാജ്യത്തിൻ്റെ വാഹകരായി, അംബാസഡേഴ്സായി അയക്കാനുള്ള ആ ആളെന്ന നിലയിലാണ് 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത്. ഇതാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ പ്രത്യേകത. അപ്പം നമ്മുടെ സഭയുമായോ പള്ളിയുമായോ മതപരമായ സ്ഥാപനങ്ങളുമായോ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല അപ്പോസ്തലൻ. ഇതെൻ്റെ കേൾവിക്കാർക്ക് ബോധ്യമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വേർഡ് ഈസ് അട്ടർലി കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം എന്ന കോൺസെപ്റ്റിലാണ്. അപ്പോൾ നമ്മൾ വേദപുസ്തകത്തിലെ എല്ലാ കാര്യപരിപാടികളും ഈ ഒരു നിലയിലാണ് ധ്യാനിക്കേണ്ടത്. ആരാധന കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ബേസിൽ നമ്മൾ കാണണം. ഇവിടെ ഒരുപാട് വഴക്കുകൾ, അപമാനങ്ങൾ ഇപ്പോൾ ദൈവദാസന്മാർ സഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ പ്രധാന കാര്യം, അവർ ഓഫറിങ്ങുകൾ ചോദിക്കുന്നു. ഇപ്പം സോഷ്യൽ മീഡിയയിലും ആളുകൾ ഓഫറിങ് ചോദിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അത് കരുതി വയ്ക്കണം, നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് തരണം, കർത്താവിൻ്റെ സഭയിൽ കൊടുക്കണം എന്നൊക്കെയുള്ള വാക്കുകളെ അപമാനിക്കും ഒത്തിരി പേര്, മീഡിയയിലെല്ലാവരും. ഇപ്പം എനിക്കും ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്, പോയി കപ്പ ഇട്ടുകൂടേടാ, വല്ലവരെയും പിഴിയണോടാ എന്നൊക്കെയുള്ള പേരുദോഷം എനിക്കിഷ്ടം പോലെ ഞാൻ കേട്ടിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസന്മാരെല്ലാം അപമാനിക്കപ്പെടുന്ന നിലയിൽ മുഖത്തിങ്ങനെ അടിച്ച് സംസാരിക്കുന്നത് പോലെ വളരെ 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 അത്യന്തം ദുഃഖകരമായ നിലയിൽ അപമാനത്തിലൂടെ കർത്തദാസന്മാർ പോവുകയും. പക്ഷെ ദൈവരാജ്യത്തിൻ്റെ കോൺസെപ്റ്റിൽ ഗിവിങ് എന്ന് പറയുന്നത് ഈസ് എ മാറ്റർ ഓഫ് അതായത് ഹോണറിങ് ദ കിങ് ആണ്. ദൈവരാജ്യത്തിനകത്ത് വേർഷിപ്പിൽ ഗിവിങ് ഉണ്ട്. ഗിവിങ്ങും വർഷിപ്പും കൂടെ ഒരുമിച്ചാണ് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ കോൺസെപ്റ്റുള്ളത്. ഞാനത് മുമ്പ് അടുത്ത ദിവസങ്ങളിൽ ചിന്തിച്ചോളാം. കാരണം ഈ ഒരു മാസം നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ബേസിൽ ഹൗ ടു ഗിവ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഗിവിങ്, ഒരുപാട് വാക്യങ്ങൾ ബൈബിളിലുണ്ട്. കാരണം ഇത് ഡയറക്റ്റ് ഞാൻ പറയുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. കാരണം ഡയറക്റ്റ് പോയി ആളുകളുടെ ഭാഗത്ത് പറയുമ്പോൾ അവരുടെ പൈസ പിരിക്കാനാണെന്നുള്ള തോന്നൽ വരും. അതുകൊണ്ട് ഞാനിത് ഈ ഓൺലൈനിലൂടെ അങ്ങ് പറയുക. ഓൺലൈനിലൂടെ പറയുമ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പറൊന്നും തരുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ. കാരണം ഈ ലോകം ഇതിനെ ഒരു തെറ്റായിട്ട് ധരിച്ചു വെച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യങ്ങൾ മറന്നു പോകാൻ പാടില്ല. കാരണം ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും കാണിക്കുന്നെന്ന് വെച്ച് കർത്താവിൻ്റെ നിത്യനിയമങ്ങൾ മാറുന്നില്ല, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് മാറ്റമില്ല, ദൈവരാജ്യത്തിൻ്റെ നടപടികൾക്ക് മാറ്റമില്ല. എവിടെയോ പറഞ്ഞ് കുറേ ആളുകൾ കിടന്ന് കൂകുന്നു എന്ന് വെച്ച്, അപമാനിക്കുന്നു എന്ന് വെച്ച് ദൈവികമായ ലോസിനെ തട്ടിക്കളയാൻ ഒരുത്തനും ഇതുവരെ വളർന്നിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതിന് അസാധ്യമാണ്. അപ്പോൾ ഇങ്ങനെ അപ്പോസ്തോലൻ എന്ന വാക്ക് മതപരമായ വാക്കല്ല, മറിച്ച് റോമാ ഗവൺമെൻറ്, റോം സാമ്രാജ്യം, കൈസർ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി, വ്യാപ്തിക്ക് വേണ്ടി അന്യനാടുകളിലേക്ക് റോമിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെ അയക്കും. ആ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ പേരാണ് അപ്പോസ്റ്റൽസ്. അവരാണ് അപ്പോസ്തലന്മാർ. അപ്പം നമ്മൾ കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ 12 പള്ളിയിലെ അധിപന്മാരാക്കാനോ 12 സംഘടനയുടെ നേതാക്കന്മാരാക്കാനോ അല്ല അപ്പോസ്തലന്മാരെ 12 പേരെ സെലക്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ദൈവരാജ്യത്തിൻ്റെ അംബാസഡേഴ്സായി, ദൈവരാജ്യത്തിൻ്റെ സ്ഥാനാപതികളായി, ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ അപ്പോയിൻമെൻറ്റോടെ പോകാൻ നിയോഗിക്കപ്പെട്ടവരാണ് അപ്പോസ്തലന്മാർ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ടേമും നാം കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ടേമിൽ വിശദീകരിക്കണം.
അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ മതപരമായ പ്രശ്നം. ഇവിടെ നമ്മുടെ ഇടയിൽ തന്നെ വലിയ പ്രതിസന്ധികൾ ഇപ്പോൾ ധാരാളമുണ്ട്. നമ്മുടെ സ്നേഹിതരുടെ ഇടയിൽ തന്നെ വലിയ വാക്കുവാദങ്ങളും തർക്കങ്ങളും പൊതുലോകത്തിന് അപമാനമുണ്ടാക്കുന്ന നിലയിൽ സംഭവിക്കുന്നു എന്ന യാഥാർത്ഥ്യം വിസ്മരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു നിലപാട് ഞാൻ വ്യക്തമാക്കാം. ഞാനൊരു മാർത്തോമ സഭയിൽ നിന്ന് വന്ന ആളാണ്. മാർത്തോമ സഭയിൽ നിന്ന് പെന്തിക്കോസ്തിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് 1989 ഞങ്ങളും കുടുംബമായിട്ട് വന്നതാണ്. അവിടെ വന്നതുകൊണ്ട് ഒരു നഷ്ടവും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകളെയും അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഇതുവരെയുള്ള യാത്രയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പെന്തക്കോസ്ത് സമൂഹം ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കലും വിസ്മരിക്കത്തില്ല. എൻ്റെ കൊച്ചാവശ്യങ്ങൾക്ക് വരെയും കർത്താവിൻ്റെ മഹിമയ്ക്കായി മനസ്സ് തുറന്ന് സഹായിച്ച ധാരാളം ദൈവമക്കൾ ഇന്നും ആ കൂട്ടത്തിലുണ്ട്. എനിക്ക് ഇന്നും ധാരാളം സ്നേഹിതർ പെന്തക്കോസ്ത് സമൂഹത്തിലുണ്ട്. പെന്തക്കോസ്തുകാരുമായിട്ട് എനിക്ക് വിരോധമില്ല. ഇവിടെ ഞാൻ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഇവരെ വിമർശിക്കുന്നതെങ്കിൽ അതിനൊറ്റ റീസണേ ഉള്ളൂ. വ്യക്തിപരമായിട്ട് എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ എന്നിൽ നിന്നുള്ളൊരു ബലഹീനതയാണ്. ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അത് മാറാനായിട്ട്. നിങ്ങളും പ്രാർത്ഥിക്കുക. അല്ലാതെ ഞാൻ പൊതുവായിട്ട് അപ്പം എല്ലാ സഭകളെയും അംഗീകരിക്കാനൊരു മനസ്സ് ദൈവകൃപയാൽ എൻ്റെ ഉള്ളിൽ ഇന്ന് എനിക്കുണ്ട്. പെന്തക്കോസ്ത് എനിക്ക് വിരോധികളില്ല. പെന്തക്കോസ്തുമായിട്ട് ഞാൻ എന്തുകൊണ്ട് പിന്നെ രണ്ടാമതൊരു വിഷയമുണ്ട്. 1989 ഞങ്ങൾ സുവിശേഷത്തിൻ്റെ പെന്തക്കോസ്ത് സമൂഹത്തിലേക്ക് വരുമ്പോൾ അന്ന് നമ്മളെ വഴി നടത്തിയ ദൈവദാസന്മാരുണ്ട്. എന്നെ വർഷങ്ങളായിട്ട് കൊണ്ടു നടന്ന ദൈവദാസൻ പാസ്റ്റർ സൈമൺ കുട്ടി അവർക്ക്, അദ്ദേഹത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്തു. തൻ്റെ വീട്ടിലൊരു മകനെ പോലെ എന്നെ കരുതി വചനം പഠിപ്പിച്ച് ബൈബിൾ സെമിനാരി പഠിക്കാനുള്ള അവസരം ലഭിച്ചില്ല. പക്ഷേ കൂടെ നിർത്തി പഠിപ്പിച്ച് ഒരു മര്യാദയിൽ കർത്താവിൻ്റെ കൃപയിൽ 12 വർഷം ഒരു കർത്തദാസൻ്റെ കീഴിൽ ഡിസിപ്ലിനിൽ എനിക്ക് തോന്നുന്നു എൻ്റെ അറിവനുസരിച്ച് മര്യാദയ്ക്കൊക്കെ ജീവിക്കാൻ പറ്റി. അവിടെ നിന്നാണ് സകല കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് പറ്റിയത്. അത് ഞങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമായിരുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ തലമുറകൾക്ക്, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. ഞങ്ങളുടെ സമൂഹത്തിന് അനുഗ്രഹമായിരുന്നു. ഒരർത്ഥത്തിൽ ജീവിതം ഒരു നിലയിലെത്തിയത് പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ കൂട്ടായ്മയും പ്രാർത്ഥനയുമാണ്. അതുകൊണ്ട് ഞാൻ മാർത്തോമ സമുദായം കൊള്ളത്തില്ലെന്നല്ല പറയുന്നത്. കാരണം കുറേയും കൂടെ ഫെലോഷിപ്പും കൂട്ടായ്മകളും ലഭിച്ചതും നമുക്ക് ആ ഗ്രൂപ്പിൽ നിന്നാണ്. അതുകൊണ്ട് അവർ നമുക്ക് ഒരു തുണയായിട്ടുണ്ടായിരുന്നു. എന്നാൽ 2010 പുതുനിയമത്തിൻ്റെ വെളിപ്പാട്, പുതുനിയമത്തിൻ്റെ സത്യങ്ങൾ പ്രസംഗിക്കാൻ ആരംഭിക്കുമ്പോൾ, പുതിയ നിയമത്തിൻ്റെ സത്യങ്ങൾ പ്രസംഗിക്കാൻ ആരംഭിക്കുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് പെന്തക്കോസ്ത് സമൂഹത്തിൽ അന്ന് ഞാൻ ലോകത്തിൽ പലയിടങ്ങളിലും വളരെ ധൃതിയോടെ, എനിക്ക് തോന്നുന്നു തിരക്കോടെ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗകനാണ്. അപ്പോൾ അന്ന് ഞാൻ ഇത് പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ എന്ത് പറയുന്നു അതിന് ഓപ്പോസിറ്റാണ് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയത്. പാപം എന്ന വിഷയം, രക്ഷ എന്ന വിഷയം, ദൈവകൃപ എന്ന വിഷയം, ഗ്രേസ്, ന്യായപ്രമാണം, ഇങ്ങനെ ഉള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ആ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ മനസ്സ് വിചാരിച്ചത് ഇത്രയും നല്ലൊരു മെസ്സേജാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നു, ഈ കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങൾ കൂടുതൽ ബ്ലസ്ഡ് ആകും എന്ന് വെച്ച് നമ്മൾ തുറന്ന് സംസാരിച്ച ഇടങ്ങളിലെല്ലാം വളരെ ദയനീയമായ നിലയിൽ പ്രതിസന്ധികൾ മാത്രമാണ് നേരിട്ടത്. അപ്പം ഞാൻ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി. എൻ്റെ വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞില്ല, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലാണ് ഞാൻ മാസ്റ്റർ ഡിഗ്രി എടുത്തത്. കാരണം റെഗുലറായിട്ട് പോകാനുള്ള സാവകാശം നമുക്ക് ലഭിച്ചിരുന്നില്ല. അപ്പം അങ്ങനെ നമ്മുടെ പ്രൊഫഷൻ കളഞ്ഞ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, അത് ദൈവത്തിൻ്റെ വിളിയാന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുറത്തിറങ്ങി നമ്മളൊരു ലൈഫ് വളരെ പാടുപെട്ട് പടുത്തുയർത്തുകയാണ്. അപ്പോൾ ഒരു സുവിശേഷകനെ നമുക്ക് റോഡിൽ വെച്ച് ഇങ്ങനെ അപമാനിക്കാനും ചീത്ത പറയാനും കൊള്ളത്തില്ലെന്ന് പറയാനും കള്ളാന്ന് വിളിക്കാൻ എളുപ്പമാണ്. പക്ഷെ ആ മനുഷ്യനൊന്ന് വളർന്നു വരാൻ താൻ എടുത്ത എഫർട്ട് എന്ന് പറയുന്നത് വളരെ വളരെ കഠിനമാണ്. ഒരു കർത്താവിൻ്റെ ദാസൻ ദൈവരാജ്യത്തിന് വേണ്ടി എവിടെയെങ്കിലും ശോഭിക്കുന്നെങ്കിൽ വ്യക്തിപരമായിട്ട് ആ ആളിനോട് പോയി ചോദിക്കണം, നിങ്ങൾ എത്ര മണിക്കൂർ പ്രാർത്ഥിക്കുന്നു, എത്ര പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടുണ്ട്, എന്തെല്ലാം നിന്ന, പരിഹാസം, ഭയം, വേദനകൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, 100,000 പ്രതിസന്ധികളുടെ നടുവിലാണ് ഒരു ദൈവദാസൻ വളർന്നു വരുന്നത്. അതിനിടയ്ക്ക് തലയ്ക്കടിക്കുന്ന വലിയ വലിയ നേതാക്കന്മാർ, ആക്ഷേപങ്ങൾ പറയുന്ന കള്ളസഹോദരന്മാർ, കുത്തുന്ന ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ആളുകളുടെ നടുവിലാണ് ഒരാൾ വളർന്നു വരുന്നത്. അപ്പം ദൈവം വെറുതെ ഒരാൾക്ക്
ഞാനൊരിക്കലും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത് ഒരിക്കലും ധനമുണ്ടാക്കി വീടുണ്ടാക്കി വലിയ കോടീശ്വരനാകുന്നുള്ള ചിന്ത പോലും മനസ്സിലില്ലായിരുന്നു. കാരണം അങ്ങനൊരു ചിന്താഗതിയിലല്ലായിരുന്നു ആ കാലഘട്ടം. ഇന്നത്തെ കാലഘട്ടത്തിൽ പണം എന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ളതും അത് ഉണ്ടാക്കാൻ ഒരുപാട് ഏറ്റവും കൂടുതൽ എളുപ്പമാർഗം സുവിശേഷവുമായി മാറിയ ഒരു കാലമായി ഇന്ന്. പക്ഷെ ഞാൻ അന്ന് ഇറങ്ങുന്ന കാലത്ത് അതൊന്നും അല്ലായിരുന്നു. അപ്പം ആ കാലത്ത് നമ്മൾ ഈ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആകെയുള്ള ഒരു നമ്മുടെ നിൽക്കേണ്ട സ്ഥലമാണ്. ആ സ്ഥലത്തെ നമ്മുടെ അടിയിലെ മണ്ണ് മാറ്റിക്കളയുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങി. പെന്തക്കോസ്ത് സമൂഹത്തിനെതിരെ സംസാരിച്ചതെല്ലാം അവർ നമ്മുടെ ആസ്തിത്വത്തെ, നമ്മുടെ നിലനിൽപ്പിനെയും നമ്മൾ പറയുന്ന കാര്യത്തിന് കൃത്യമായ നിലയിൽ ഒരു വിശദീകരണം പോലും ചോദിക്കാതെ എങ്ങനെങ്കിലും ഒതുക്കുക, അവസാനിപ്പിക്കുക, ഇവൻ്റെ ശവമടക്ക് കാണുക, ഇവനെ കൊന്നിട്ട് ഇവനെ ശവപ്പെട്ടിക്കകത്ത് അവസാനത്തെ ആണി അടിക്കുക എന്ന ചിന്തയോടെ പ്രവർത്തിച്ച സഭാ നേതൃത്വങ്ങൾ. അതിലേറ്റവും മുമ്പിൽ നിന്നത് IPC സമൂഹമാണ്. അതിന് കൂടെ നിന്നത് ചർച്ച് ഓഫ് ഗോഡാണ്. അതിനുശേഷം അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നൊക്കെ പറയുന്ന സഭകളൊക്കെ ഒരു മര്യാദക്കാരായിരുന്നു. കാരണം അവർ വലിയ ഉപദ്രവം ചെയ്തിട്ട് എനിക്ക് ഓർമ്മയില്ല, അത് അണ്ടർഗ്രൗണ്ടിൽ ചെയ്തിട്ടുണ്ടോയെന്നും അറിയത്തില്ല. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോയതുകൊണ്ട് നമുക്ക് അവരോട് വൈരാഗ്യമുണ്ടായി. ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ നിശ്ചയമായിട്ട് വൈരാഗ്യവും കൃത്യമായ നിലയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ആ ആളുകൾ നമ്മുടെ മുമ്പിൽ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ വാക്കുകൾ കൊണ്ട് പറയുന്നതിൽ അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേനെ. കാരണം അത്ര നിലയിലുള്ള ഒരു ഫെറോഷ്യസ് അനുഭവമാണ്. കാരണം ഒരു മനുഷ്യൻ്റെ അവൻ്റെ മൂക്കും വായും കൂടെ ചേർത്ത് പിടിച്ചാൽ ഏത് മനുഷ്യനും ആക്രമിക്കും. പക്ഷെ പ്രസംഗിക്കുന്നത് ഗാഡ് ഈസ് ഗ്രേസ്. അപ്പം ലോയും ഗ്രേസും നമ്മളുടെ വ്യത്യാസം. പക്ഷെ ഞാൻ അറിഞ്ഞിരുന്നില്ല പെന്തിക്കോസ്തിൻ്റെ ഉപദേശങ്ങൾ അവർ കാലാകാലങ്ങളായിട്ട് പടുത്തുയർത്തി ഇങ്ങനെ കെടാതെ സൂക്ഷിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങളാണ്. ഇതിനപ്പുറത്ത് പറയാൻ വന്നപ്പോൾ അവർ നമ്മളെ ദുരുപദേശകന്മാരായിട്ട് എണ്ണുകയാണ്. പക്ഷെ ഒരു വലിയ സദ്വർത്തമാനം ഇത്രയും പേരിനകത്തുണ്ടല്ലോ. ഞാൻ പറയാം, ഇന്ന് പെന്തിക്കോസ്ത് സമൂഹത്തിനകത്ത് പ്രസംഗിക്കുന്ന സകല യങ്ങർ ജനറേഷൻ ദൈവകൃപയുടെ സുവിശേഷമാണ് ഇവരുടെ മാസയോഗങ്ങളിലും ഇവരുടെ ജനറൽ മീറ്റിങ്ങുകളിലും ഇവരുടെ ഇവരുടെ സെൻറ്റർ യോഗങ്ങളിലും കൺവെൻഷനുകളിലും കൃത്യമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ നേതാക്കന്മാർ പോലും കൃപയുടെ മെസ്സേജിനെ അംഗീകരിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല പ്രസംഗിക്കാനും തുടങ്ങി. വളരെ കൃത്യമായി ഞങ്ങളിതെല്ലാം വീക്ഷിക്കുന്നവരാണ്. അതിൽ വലിയ സന്തോഷമുണ്ട്. കർത്താവിന് മഹത്വം. കാരണം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം യേശു നിന്റെ ഇന്നലത്തെയും ഇന്നത്തെയും നാളത്തെയും പാപങ്ങൾക്ക് പരിഹാരം കാൽവറിയിൽ വരുത്തി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സഹോദരന്മാർ കേട്ടത് അങ്ങനാണെങ്കിൽ ഇനി പാപം ചെയ്താൽ കുഴപ്പമില്ലല്ലെന്ന്. അങ്ങനൊന്നും അല്ല. കർത്താവ് യേശു പറഞ്ഞിങ്ങനെയാ, അധികം മോചിക്കപ്പെട്ടവൻ അധികം സ്നേഹിക്കുന്നു എന്നാണ്. നമുക്ക് കൂടുതൽ മോചനം ലഭിച്ചെങ്കിൽ നമുക്ക് കർത്താവിനോട് കൂടുതൽ സ്നേഹമാണ് ഉണ്ടാകേണ്ടത്. അപ്പം ആ ഒരു കോൺസെപ്റ്റാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. അല്ലാതെ നിന്റെ പാപം എല്ലാം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ എങ്കിൽ പോയി ഞാൻ പാപം ചെയ്തോട്ടെ, രണ്ടുപേരെ കൊന്നോട്ടെ, 3 പ്രാവശ്യം വ്യഭിചാരം ചെയ്തോട്ടെ, ഇനി പോൺ സൈറ്റ് കണ്ടോട്ടെ, ഇനി എനിക്ക് ഇഷ്ടത്തിന് അങ്ങനല്ല. നമ്മുടെ മോചനം, നമ്മുടെ പാപങ്ങൾക്ക് മോചനം ലഭിച്ചപ്പോൾ കർത്താവിനെ സ്നേഹിക്കാനാണ് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചത്. സോ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പം പെന്തക്കോസ്ത് സമൂഹത്തോടുള്ള എനിക്ക് വിരോധമൊന്നൊരു സംഭവമില്ല. പിന്നെ വ്യക്തിപരമായ ആക്ഷേപങ്ങളും അക്രമങ്ങളും തുടരെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ നിലവിട്ട് സംസാരിക്കുന്നത്, പൊട്ടിത്തെറിക്കുന്നത്. അത്രേ ഉള്ളൂ എൻ്റെ വിഷയം. എന്നെ അറിയാവുന്നവർക്ക് നന്നായിട്ടറിയാം. കാരണം ഇന്നും ആ കൂട്ടത്തിൻ്റെ നടുവിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വ്യക്തിപരമായിട്ട് എന്നോട് ബന്ധം പുലർത്തുന്ന ധാരാളം കർത്തൃദാസന്മാരുണ്ട്, ധാരാളം വിശ്വാസികളുണ്ട്. അവരുടെ സഭയിലോട്ട് ഞാൻ പോകുന്നില്ല, പക്ഷേ അങ്ങനെയുള്ളവരുണ്ട്. അതുപോലെ തന്നെ മർത്തോമ സഭ, CSI സഭ, ഇവാഞ്ചലിക്കൽ സഭ, ലൂതർ മിഷൻ സഭ, ഓർത്തഡോക്സ് സഭ, കത്തോലിക്ക സഭ, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന സകല കൂട്ടരുമായി എനിക്ക് യാതൊരു നിലയിലും വിരോധവുമില്ല. ആശയങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും, വ്യക്തികളുമായിട്ട് എനിക്ക് യാതൊരു വിരോധവുമില്ല. അപ്പം സഭ എന്ന നിലയിൽ എല്ലാ സഭകളെയും ഞാൻ ഒരുപോലെയാണ് കാണുന്നത്. കാരണം എല്ലാ സഭകളിലും ഒരു നല്ല കാര്യവുമുണ്ട്, ഒരുപാട് ന്യൂനതകളുമുണ്ട്. ആ നല്ലതെല്ലാം കൂടെ ഒരുമിച്ചാൽ എനിക്ക് തോന്നുന്നു കത്തോലിക്ക ചർച്ചിനകത്തെ നല്ലതും ഓർത്തഡോക്സ് സഭയ്ക്കകത്തെ ഹെറിറ്റേജും പെന്തക്കോസ്ത് സമൂഹത്തിനകത്തെ പരിശുദ്ധാത്മാഭിഷേകവും, ബ്രദറൻകാർക്ക് വലിയ വചനം അറിയാവുന്ന മണ്ടൻ വചനങ്ങളാണ്, എന്നാലും ഒരുപാട് ഇതെല്ലാം കൂടെ ഒരുമിക്കാമെങ്കിൽ എനിക്ക് തോന്നുന്നു ലോകത്ത് ഏറ്റവും മഹത്വപൂർണമായി ക്രിസ്ത്യാനിത്വത്തിൻ്റെ ആ വിവിധ ഡിഫറെൻറ്റ് കളർ അങ്കി, എനിക്ക് തോന്നുന്നു ഒറ്റ കളറിലുള്ള ഈ അങ്കിക്ക് പകരം വ്യത്യസ്തമായ നിറമുള്ള ഒരു അങ്കി ഉണ്ടായി വരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം
ഉപദേശങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന വില 5% മാത്രമാണ്. ഉപദേശങ്ങൾക്ക്, അത് ഞങ്ങളുടെ സ്നാനം, ഞങ്ങളുടെ കർത്തവ്യം, ഇതെന്ത് നിങ്ങൾ പറഞ്ഞാലും ഉപദേശങ്ങൾക്ക് ക്രിസ്ത്യാനിത്വത്തിൽ 5% മാത്രമേ ഉള്ളൂ വാല്യൂ. 95% ക്രിസ്ത്യാനിത്വത്തിൻ്റെ വാല്യൂ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ള ദൈവത്തോടുള്ള ബന്ധവും കൂട്ടു സഹോദരങ്ങളോടുള്ള ബന്ധവും സമൂഹവുമായിട്ടുള്ള ബന്ധവുമാണ്. ഇവിടെ ഉപദേശങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം കളഞ്ഞ് വിഭിന്നതകൾ സൃഷ്ടിച്ച് കൃത്യമായ ലക്ഷ്യത്തിൽ നിന്ന് അകന്നുപോയി എന്ന യാഥാർത്ഥ്യം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, സഭയെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾക്ക് പറയാൻ നമുക്ക് സമയമില്ല. അപ്പം ഇവിടെ ചില ആളുകൾ, ഇപ്പം ഞങ്ങൾ തന്നെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ പബ്ലിക്കിൽ നിന്ന് പറയാൻ കാരണം, കത്തോലിക്ക സമുദായത്തിലെ ഒരുപാട് സഹോദരന്മാർ എൻ്റെ സുഹൃത്ത് കൂട്ടത്തിലുണ്ട്. ഞാൻ അവരെ അറ്റാക്ക് ചെയ്യാറില്ല. കാരണം അവരുടെ ഉപദേശങ്ങളിൽ അവർ കൃത്യമായ നിലപാടിൽ അവരത് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം മറിയയുടെ വിഷയത്തിൽ, വിശുദ്ധന്മാരുള്ള വിഷയത്തിൽ ഒത്തിരി വിഷയങ്ങളുണ്ട്. ഇതിൻ്റെ വിശദീകരണം ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല. കാരണം ഈ ഉപദേശങ്ങളൊന്നും ദൈവരാജ്യത്തിൻ്റെ കാര്യപരിപാടിക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കുന്നതല്ല. 1. 2, ഈ ഉപദേശങ്ങൾ കൊണ്ടൊന്നും ദൈവരാജ്യത്തിന് വലിയ മുതൽക്കൂട്ടുമില്ല. അപ്പം ഉപദ്രവകാരികളുമല്ല, വലിയ ഉപയോഗവും ഇല്ലാത്തതുമാണ്. പിന്നെ ഒരു വലിയ സമൂഹം ഇത്രയും നാൾ നിന്ന് അവരുടെ ചിന്താഗതികൾ കൊണ്ട് കർത്താവിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ പ്രവൃത്തിക്ക് വിരുദ്ധമായി നിൽക്കുന്നത് എന്തുണ്ടോ അതിനെ നമ്മൾ മാറ്റുക, അതിന് കൃത്യമായിട്ട് യുദ്ധം ചെയ്യുക, അതിനെതിരെ ശക്തമായിട്ട് പടവാളെടുക്കുക എന്നത് എൻ്റെ ലക്ഷ്യം മാത്രമാണ്. അപ്പം ഇവിടെ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് അനൈക്യതയാണ്. അതുമാത്രം ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് മാറിയാൽ നിശ്ചയമായിട്ടും നമുക്ക് ദൈവരാജ്യത്തെ കുറച്ചും കൂടെ വേഗത്തിൽ ഈ ലോകത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. 2, ഉപദേശങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല. ഇത് യാഥാർത്ഥ്യമാണ്. ഉപദേശങ്ങൾക്ക് പ്രാധാന്യമില്ല. മറിച്ച് ന്യൂ ടെസ്റ്റമെന്റ് ജീവനാധാരമാണ്, ജീവന്റെ പ്രമാണമാണ്. ക്രിസ്തുവിൻ്റെ ജീവനാണ് നമ്മുടെ ഡോക്ടറിനാകേണ്ടത്. ക്രിസ്തു പഠിപ്പിച്ചതല്ല, തെറ്റിദ്ധരിക്കരുത്. ക്രിസ്തു പഠിപ്പിച്ചത് മാത്രമാണ് നമ്മുടെ ഡോക്ടറെങ്കിൽ നമ്മൾ 100% പരാജയപ്പെട്ടു പോകും. കാരണം യേശുക്രിസ്തുവിൻ്റെ പഠനം, യേശുവിൻ്റെ ഉപദേശങ്ങൾ അനുസരിക്കാൻ യേശുവിൻ്റെ ജീവനിൽ വസിക്കുന്നവർക്കേ പറ്റത്തുള്ളൂ. അപ്പൊ യേശുവിൻ്റെ ജീവനിൽ വസിക്കുന്നവർക്ക് മാത്രമേ യേശുവിൻ്റെ ഉപദേശങ്ങളെ ഫോളോ ചെയ്യാൻ പറ്റൂ. യേശുവിൻ്റെ ജീവനെ സ്വീകരിക്കാതെ, ആ ജീവനിൽ തുടരാതെ നമ്മൾ എത്ര ഉപദേശങ്ങൾ എടുത്താലും നമ്മൾ പരാജയപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് പൂർണ്ണമായ സ്നാനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് പൂർണ്ണമായ സ്നേഹത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല. നിന്റെ അയൽവക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം എന്ന യേശു പറഞ്ഞ ഏറ്റവും വലിയ കൽപ്പന അനുസരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ, ഒരു പെന്തക്കോസ് സഹോദരനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ മുഴുവൻ സ്നാനമേറ്റ ലക്ഷക്കണക്കിന് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഏറ്റവും വലിയ കൽപ്പന സ്നാനമാണോ, അത് മറ്റൊരാളെ സ്നേഹിക്കുക എന്നുള്ളതാണോ? ഇങ്ങനെയുള്ള പ്രശ്നം. എല്ലാ സഭയും ചേർന്ന് പോകാനാണോ? നല്ല കാര്യമായി പോയി. എല്ലാ സഭയും ചേർന്ന് പോകത്തില്ല, അങ്ങനെ പോകാൻ പാടില്ല. ഞാനീ പറഞ്ഞത് ഒരിക്കലും കത്തോലിക്ക, യാക്കോബ, മാർത്തോമ, CSI, പെന്തക്കോസ്റ്റ്, ഇവാഞ്ചലിക്കൽ, ലൂതർ മിഷൻ, എന്തോ ബാക്കിയുള്ളത്, ബ്രദറണ്, പിന്നെ ബാപ്റ്റിസ്റ്റ്, ഇവരാരും ഒരിക്കലും ഒരുമിച്ച് പോകരുത്. ഒരുമിച്ച് പോകാൻ പാടില്ല. ഇതെല്ലാം അങ്ങനെ തന്നെ ഇരിക്കണം. പക്ഷേ ഇതെല്ലാവരും ദൈവം എന്ന വിഷയത്തിനകത്തും ദൈവരാജ്യത്തിൻ്റെ വിഷയത്തിനകത്തും വിഷനകത്ത് ഏകീകരണം ഉണ്ടാവണം. ഉപദേശങ്ങളും പ്രോപ്പർട്ടി, അതായത് ഇതിനകത്ത് മാസ്റ്റർ ദൈവം കഴിഞ്ഞ് ശ്രദ്ധിക്കണം. ഇവിടെ പ്രധാന വിഷയം ദൈവമോ ദൈവരാജ്യമോ അല്ല. ഇവിടുത്തെ പ്രധാന വിഷയം രണ്ടാമത്തെ മാസ്റ്ററാണ്. രണ്ടാമത്തെ മാസ്റ്റർ വിശുദ്ധ ബൈബിളിൽ പറയുന്നത് മണിയാണ്, പണം. പണം എന്ന മാസ്റ്ററാണ് വിഭജനങ്ങളുടെ ആധാരം. വിഭജനങ്ങളുടെ ആധാരം. ഓരോ സംഘടനകളും ഉണ്ടായി വരുന്നത് വിഭജനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നത് മാസ്റ്റർ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് പണം എന്ന ആള് വന്നതുകൊണ്ടാണ് സംഘടനകളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞില്ല, ഇവർ ഒരിക്കലും ഒന്നാകരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. പെന്തക്കോസ്റ്റ് എല്ലാം കൂടെ ഒന്നാവരും, അസംബ്ലീസ് ഓഫ് ഗോഡും ചർച്ച് ഓഫ് ഗോഡും ചാരോനും ഒന്നായാൽ 100% കൂട്ടയടിയും കൂട്ട കൊലപാതകമായിരിക്കും. ഒരിക്കലും ഒന്നാകത്തില്ല. ഒന്നാക്കാൻ ശ്രമിക്കരുത്.
ഇപ്പം ഞാനിതിപ്പം പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ ഷിബു പീഡിയാക്കൽ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കുറ്റം പറയാനൊന്നുമല്ല നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലൈവുകളിൽ ഏറ്റവും കൂടുതൽ താൻ പറയുന്നത് ഓർത്തഡോക്സ് സഭകളിൽ നിന്ന് വന്നവർ ഓർത്തഡോക്സ് സഭകളിലേക്ക് തിരിച്ചു പോകണം. ഞാൻ അതിനെതിരല്ല, ഒരിക്കലും ഞാൻ എതിരല്ല. കാരണം ഓർത്തഡോക്സ് സഭയിൽ നിന്നവർ ഓർത്തഡോക്സ് സഭയിലേക്ക് തിരിച്ചു പോകട്ടെ. കാരണം അതിന് ഞാൻ എതിരായിട്ട് നിൽക്കുക ഒന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു കുഞ്ഞു ചോദ്യം, ഈ ലോകത്തിൽ എല്ലായിടത്തും ഓർത്തഡോക്സ് സഭകളില്ല. ഇപ്പം ആഫ്രിക്കൻ നാടുകളിലെ, നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ, ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നമ്മൾ നോക്കിക്കേ, അവിടെ എങ്ങും നമ്മൾ ഈ കാണുന്ന വലിയ പ്രാധാന്യമുള്ള വലിയ സഭകളില്ല. ആഫ്രിക്കൻ രാജ്യത്ത് ഇപ്പം നൈജീരിയയിലൊന്നും ഒരു കത്തോലിക്ക സഭ കാണുമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ആ സഭകളിൽ ഉള്ളതിനേക്കാൾ ലക്ഷക്കണക്കിന് ആളുകൾ യേശുവിനെ ഹൃദയത്തിൽ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചു. അപ്പം നമ്മൾ ഒരു സന്ദേശം പറയുമ്പോൾ അതിന് യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് ഉണ്ടാവണം, യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആകണം. അപ്പം ഞാൻ മർത്തോമായിരുന്നു, ഞാൻ മർത്തോമക്കാരനായി ഞാൻ മാർത്തോമയിലേക്ക് തിരിഞ്ഞു പോകുന്നതിനകത്ത് പ്രശ്നമില്ല. ഓക്കെ, അത് അദ്ദേഹത്തിൻ്റെ ഘർ വാപ്പസി എന്നൊക്കെ പറയാം. പക്ഷേ ഞാൻ മർത്തോമ സഭയിലേക്ക് തിരിച്ചു പോവുക. ഞാനിപ്പം എൻ്റെ കൂടെ ഒരു 150-ലധികം വിശ്വാസികളുണ്ട് ഞങ്ങളുടെ ചർച്ചിൽ. അതിനെ ചർച്ചെന്ന് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ കോൺസെപ്റ്റിൽ അതിനെ ചർച്ചെന്ന് തന്നെയാണ് വിളിക്കുന്നത്. ആ ചർച്ചിലെ 150 വിശ്വാസികളിൽ ഹൈന്ദവരായവർ ഒത്തിരിയും പേര് മാനസാന്തരപ്പെട്ട് വന്ന് സ്നാനപ്പെട്ട് വന്നവരുണ്ട്. ഇതര വിഭാഗങ്ങളിൽ നിന്ന് വന്നവർ ഒത്തിരി പേരുണ്ട്. ഇവരെല്ലാവരെയും കൂടെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു നാമധേയ സഭ അംഗീകരിക്കുമോ? നിങ്ങൾക്കറിയുമ്പോൾ എല്ലാ സഭകൾക്കകത്തും ഭിന്നതകളുണ്ട്, എല്ലാ സഭകൾക്കകത്തും ഭിന്നത ഉണ്ട്. പക്ഷേ എല്ലാ സഭകളും ഈ ജനത്തെ അതുപോലെ അംഗീകരിക്കത്തില്ല. അംഗീകരിക്കാത്തിടത്തോളം കാലം ഒരു കൂട്ടത്തെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ആ മെസ്സേജിന് സാർവലൗകികമായിട്ട് അംഗീകാരം നമുക്ക് കിട്ടത്തില്ല. ഇപ്പം കത്തോലിക്ക ചർച്ചിൽ നിന്ന് വന്നവർ കത്തോലിക്കയിലേക്ക് പൊക്കോ എന്ന് പറയുന്നതും, ഓർത്തഡോക്സിൽ നിന്ന് വന്ന ഓർത്തഡോക്സിലേക്ക് പൊക്കോ എന്ന് പറയുന്നതും ശരി, നമുക്കതിനെ കൂടുതൽ തർക്കിക്കാതെ അംഗീകരിക്കാം. പക്ഷേ മറ്റിതര സഭകൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? അംഗീകരിക്കുമോ? ഞാൻ ഓർത്തഡോക്സ് ചർച്ചിലോട്ട് വന്നാൽ എൻ്റെ സഭയിലെ 150-ലധികം ആളുകളെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഹൈന്ദവ മാർഗത്തിൽ നിന്നും ചെറിയ ജാതി, വലിയ എല്ലാ ടൈപ്പ് ആളുകളുണ്ട്. എല്ലാ തരത്തിലെ ആളുകളെ എല്ലാവരും ഇവിടെ അംഗീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. അവിടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം, സഭകൾ തമ്മിലുള്ള എല്ലാം കൂടെ ഒരുമിക്കുന്നതിന് പകരം യേശുവിൻ്റെ സ്നേഹത്തിൽ ഒന്നാകുന്നതിൽ യാതൊരു പ്രശ്നവുമില്ലെന്നാണ് എൻ്റെ ഒരു ധാരണ. യേശുവിൻ്റെ സ്നേഹത്തിൽ ഒന്നാകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ചിന്തിക്കുന്ന കാര്യം, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ജനത്തോടെല്ലാം സമദൂരമാണ്. ഓർത്തഡോക്സ് ചർച്ചിന് ഞാൻ ഫോളോ ചെയ്യുന്ന തിയോളജി, അത് ഞാൻ ആദ്യം കൂടെ പറയാം. ഞാൻ പെന്തക്കോസ്റ്റിലായിരുന്നപ്പോൾ അർമേനിയൻ തിയോളജി ആയിരുന്നു. അർമേനിയൻ തിയോളജി എന്ന് പറഞ്ഞാൽ അത് പെന്തക്കോസ്റ്റ് സമൂഹത്തിലെ സഹോദരങ്ങൾക്കറിയാം. അർമേനിയൻ തിയോളജി പഠിക്കുമ്പോൾ അതിനകത്തെ പോരായ്മകൾ, നമ്മൾ തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ ആ വേദശാസ്ത്രത്തിനകത്തെ പൊരുത്തക്കേടുകൾ മനസ്സിലാവും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ന്യൂ ടെസ്റ്റമെന്റിലേക്ക് റെവലേഷൻ വന്നത്. ഞങ്ങൾ ഗ്രേസ് കൂട്ടരെന്ന് കൃപാ ആളുകളെന്നൊക്കെ വിളിച്ചു. ഞങ്ങൾക്ക് പണ്ടാണ് പറഞ്ഞത്, എനിക്കിട്ട പേര് കൃപക്കാരെന്ന് ഞാൻ ഇട്ടില്ല, ഇത് ആളുകൾ വിളിച്ച പേരാണ്. അന്ത്യോക്യയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ഫോളോവേഴ്സിനെ ക്രിസ്ത്യാനി എന്ന് വിളിച്ച പോലെ യേശുവിൻ്റെ കൃപയും യേശുവിൻ്റെ ന്യായപ്രമാണവും നമ്മളെ വ്യത്യാസം പഠിപ്പിച്ച് തുടങ്ങിയിരുന്നു. ആ പഠിപ്പിച്ച് തുടങ്ങിയ കാലത്ത് കൃപക്കാരെന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ആ കൃപയുടെ റെവലേഷൻ വന്നപ്പോൾ ഞങ്ങൾ അറിയാതെ, നമ്മൾ പോലും അറിയുന്നില്ല, തിയോളജി അങ്ങ് ഷിഫ്റ്റായി. എങ്ങോട്ടാ? നേരെ അർമേനിയൻ തിയോളജിയിൽ നിന്ന് നേരെ കാൽവിനിസത്തിലേക്ക് ട്വിസ്റ്റായി. അപ്പോൾ കാൽവിനിസത്തിലേക്ക് വരുമ്പോൾ കാൽവിനിസം എന്ന് പറയുന്ന തിയോളജി വാസ്തവത്തിൽ ലിമിറ്റഡ് അറ്റോൺമെൻ്റ് ആണ്. അവിടെ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. ഒരുപാട് പൊരുത്തക്കേടെന്ന് പറഞ്ഞാൽ നമുക്ക് വേദപുസ്തകത്തിൽ ഒരുപാട് വാക്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് കാൽവിനിസം ഉപകാരമാണ്. പക്ഷേ ദൈവത്തിൻ്റെ സ്വഭാവത്തെ ഏറ്റവും കൂടുതൽ വൈകൃതമാക്കുന്ന ഒരു തിയോളജിക്കൽ വിഭാഗമാണ് കാൽവിനിസം. കാൽവിനിസത്തിനകത്ത് നിൽക്കുന്നവർക്കറിയാം, നല്ല മനസാക്ഷിയിൽ പറയാം, സ്നേഹനിധിയായ പിതൃപുത്ര പരിശുദ്ധ റൂഹായെ ഏറ്റവും കൂടുതൽ വികലമായി ദൈവത്തിൻ്റെ ആ സർവാധിപത്യത്തെയും ദൈവത്തിൻ്റെ ആ ഇൻക്ലൂഷൻ നേച്ചറിനെയും ആ ട്രിനിറ്റിയുടെ നേച്ചറിനെയും വളരെ 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 ബാധിക്കുന്ന, അതിന് പേരുദോഷം ഉണ്ടാക്കുന്ന ഒരു തിയോളജിക്കൽ വിഭാഗമാണ് ഈ കാൽവിനിസം എന്ന് പറയുന്നത്.
അപ്പോൾ കാൽവിനിസം ഞാൻ കൃപയുടെ സുവിശേഷത്തെ പ്രസംഗിക്കുന്ന കാലം 10 വർഷത്തോളം അത് നമ്മൾ പറയുമ്പോഴും എവിടെ ഒരു മിസ്സിംഗ് ലിങ്ക് ഉണ്ടായിരുന്നു. ആ മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്നത്, കാരണം ഗോഡ് ഈസ് സോ മച്ച് ഗ്രേഷ്യസ് ആണ്, പക്ഷേ അവൻ ചൂസൺ ഫ്യൂവിനെ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ. അവിടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ ചോദ്യം ചെയ്യുകയാണ്. വേണമെന്നായിരുന്നെങ്കിൽ ഞാൻ അടുത്ത് പോയി ഒരു എററിലേക്ക് പോകണമെങ്കിൽ പോകേണ്ടത് യൂണിവേഴ്സലിസത്തിലേക്കാണ്. അർമേനിയസത്തിൽ നിന്ന് കാൽവിനിസത്തിലേക്ക് വന്നിട്ട് തെറ്റ് സംഭവിച്ചിരുന്നെങ്കിൽ, ഞാൻ തെറ്റിപ്പോകേണ്ട ചാൻസ്, അല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റുന്ന ഒരു തെറ്റ്, എറർ എന്ന് പറയുന്നത്, ഞാൻ ഡയറക്റ്റ് യൂണിവേഴ്സലിസത്തിലേക്ക് പോയിരുന്നെങ്കിൽ ഞാൻ 100% ഇവിടെ ആരെങ്കിലും എന്നെ ദുരുപദേശക എന്ന് വിളിച്ചാൽ ഞാൻ സമ്മതിച്ച് തന്നേനെ. കാരണം കാൽവിനിസത്തിൻ്റെയും അർമേനിസത്തിൻ്റെയും വകഭേദമല്ല, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന വെസ്റ്റേൺ ഗോസ്പലിൻ്റെ ഭാഗമാണ് യൂണിവേഴ്സലിസം. പക്ഷെ ദൈവകൃപയാൽ ഈ ഒരു ഗ്രേസിൻ്റെ ടീച്ചിങ്സിൽ നിൽക്കുമ്പോൾ തന്നെ ഈ നിൽക്കുന്ന ഒരു ബാരിയറിൻ്റെ മുമ്പിൽ ക്ലിയറായിട്ട് ദൈവം ട്രിനിറ്റേറിയൻ റെവലേഷനിലേക്ക് നടത്താനായി തക്ക സമയത്ത് മുഖാന്തരങ്ങൾ ഒരുക്കി എന്നത് ഞാൻ വിസ്മരിക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ ഇവിടെ പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ എന്ന് പറയുന്ന ട്രിനിറ്റിയെ പഠിക്കാൻ തുടങ്ങി. അത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ചിന്ത നേരെ ഈസ്റ്റേൺ ഗോസ്പൽ, അതായത് ഈസ്റ്റേൺ തിയോളജിയിലേക്ക് പോയി. ഈസ്റ്റേൺ തിയോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഓർത്തഡോക്സ് ചർച്ചസ് ഫോളോ ചെയ്യുന്ന അതിൻ്റെ ബേസ്, അതിൻ്റെ റൂട്ടിലേക്ക്, അതായത് ആദിമസഭ മുതൽ ആദിമസഭാ പിതാക്കന്മാർ, അപ്പോസ്തോലിക പിതാക്കന്മാർ, സഭാപിതാക്കന്മാർ തുടങ്ങിയ ആളുകൾ എബ്രായിക് റൂട്ടിൽ, ഞാൻ പറഞ്ഞു കേൾക്കണം, എബ്രായിക് റൂട്ടിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു വേദശാസ്ത്രമുണ്ട്. ആ വേദശാസ്ത്രത്തിനകത്തെ വിഷയങ്ങൾ വെസ്റ്റേൺ ഗോസ്പൽ, അതായത് വെസ്റ്റേൺ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ AD 500-കളിൽ 400 മുതലുള്ള അങ്ങോട്ട് കാലഘട്ടത്തിൽ സെയിൻറ്റ് അഗസ്റ്റിൻ ഹിപ്പോ മുതൽ വന്ന അദ്ദേഹത്തിൻ്റെ സിറ്റി ഓഫ് ഗോഡ് എന്നുള്ള ആ പുസ്തകം തന്നെ ഒരുപാട് സ്വാധീനം ഉണ്ടാക്കി. അന്ന് മുതൽ സഭ 2 വിങ്ങായിട്ട് തിരിഞ്ഞു. ഒന്ന് വെസ്റ്റേൺ തിയോളജി എന്നും ഈസ്റ്റേൺ തിയോളജി എന്നും. വെസ്റ്റേൺ തിയോളജിയുടെ ബാക്ക്ഗ്രൗണ്ട് ഗ്രീക്ക് ഡുവലിസമാണ്. ഗ്രീക്കുകാരുടെ ഗ്നോസ്റ്റിക് ഐഡിയോളജിയുടെ ബേസാണ് വെസ്റ്റേൺ ഗോസ്പൽ. ആ ഐഡിയോളജിയിലാണ് വെസ്റ്റേൺ ഗോസ്പൽ ഇങ്ങനെ വളർന്നു. ലോകത്തിൽ ഒരു 90% വെസ്റ്റേൺ ഗോസ്പലിൻ്റെ സ്വാധീനമാണ്. ഇതിൻ്റെ പിറകിൽ തോമസ് അക്വിനാസ് വന്നു. അതിനുശേഷം നേരെ മാർട്ടിൻ ലൂതർ വന്നു. മാർട്ടിൻ ലൂതറിന് ശേഷം ഒരുപാട് ആളുകൾ, ധാരാളം ആളുകൾ ആ ഏരിയയിൽ, കാൽവിൻ വന്നു, അർമേനിയൻ വന്നു, ഒത്തിരി ആളുകൾ, എല്ലാവരും വെസ്റ്റേൺ ഗോസ്പലിൻ്റെ ആളുകളാണ്. നിങ്ങൾക്കിത് ബോറടിക്കുന്നില്ലെന്ന് വിചാരിക്കും, പക്ഷെ നമ്മൾ ആയിരിക്കുന്ന വിശ്വാസം എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വെസ്റ്റേൺ ഗോസ്പലിൻ്റെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് കത്തോലിക്ക ചർച്ചാണ്. കാത്തലിക് ചർച്ച് 100% വെസ്റ്റേൺ ഗോസ്പലിൻ്റെ അകത്തും സെൻറ്റ് അഗസ്റ്റീൻ എന്ന് പറയുന്ന ആ ദൈവദാസനിലൂടെ വന്ന ആ ഒരു തിയോളജിക്കൽ വ്യൂവിലാണ്. ഈ വെസ്റ്റേൺ ഗോസ്പലിൽ നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്ത് വന്നവരാണ് പ്രൊട്ടസ്റ്റന്റുകാർ. പ്രൊട്ടസ്റ്റന്റുകാരും വെസ്റ്റേൺ അല്ലെങ്കിൽ കാത്തലിക്കും തിയോളജിയുടെ ബേസിൽ സെയിമാണ്. എത്ര ഞങ്ങൾ എതിരാളിയാണ് എന്ന് പറഞ്ഞാലും ഇത് മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ കത്തോലിക്കരല്ല, കത്തോലിക്കരോട് ഞങ്ങൾക്ക് ബന്ധമില്ല, എല്ലാം വിചാരം എന്നൊക്കെ പറഞ്ഞാൽ പോലും സർ, നിങ്ങളുടെ അണ്ടർ ഗാർമെൻറ്റ്, നിങ്ങളുടെ ഓവർ കോട്ടിന് കളർ മാറിയിട്ടും നിങ്ങളുടെ അണ്ടർ ഗാർമെൻറ്റിൻ്റെ ഇപ്പോഴത്തെയും ആ ബ്രാൻഡ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗോസ്പലാണ്. വെസ്റ്റേൺ അണ്ടർവെയർ ആണ് നിങ്ങൾ ഇപ്പോഴും ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആരെയും എതിർക്കാൻ പറ്റത്തില്ല നമുക്ക് ഇവിടെ നമ്മൾ. അപ്പം അതുകൊണ്ടാണ് കത്തോലിക്ക സഭയെയും എതിർത്ത് പെന്തക്കോസ്തുകാർക്ക് ഒരിക്കലും പ്രൊട്ടസ്റ്റ് ചെയ്ത് വഴക്കുണ്ടാക്കാനേ പറ്റത്തുള്ളൂ. അതേസമയം വഴക്കുണ്ടാക്കി നിൽക്കാനല്ലാതെ തിയോളജിയുടെ ബേസിൽ 100% വെസ്റ്റേൺ ഗോസ്പലിലാണ് ഈ സമൂഹം പോകുന്നത്. ഞാൻ തെറ്റെന്ന് പറയല്ല കേട്ടോ, ഞാൻ അതേ തെറ്റെന്ന് പറയാനുള്ള യോഗ്യത എനിക്കില്ല. അതേസമയം യേശു ക്രിസ്തു കഴിഞ്ഞു, യേശുവിൻ്റെ കൂടെ നടന്ന യോഹന്നാൻ ജൂ ആണ്, എബ്രായൻ. അദ്ദേഹത്തിന് നേരെ പോളികാർപ്പ് നേരെ അത്തനേഷ്യസ്, പിന്നെ ഇഗ്നേഷ്യസ് ഒക്കെ വന്നു. ഇങ്ങനെ ഇവരെല്ലാവരും എബ്രായിക്ക് പശ്ചാത്തലമാണ്. ഇവരുടെ എല്ലാം പശ്ചാത്തലം എബ്രായമാണ്. ഇവരുടെ എല്ലാം പഠനം എബ്രായിക്കാണ്. ഇവരുടെ കൾച്ചർ എബ്രായിക് കൾച്ചറാണ്. സോ എബ്രായിക് കൾച്ചറിൻ്റെ സ്വാധീനമുള്ള ഒരു തിയോളജിക്കൽ വ്യൂ വെസ്റ്റേൺ ഗോസ്പലും പോയ സമയത്ത് തന്നെ ഒരു ചെറിയ സ്ട്രീം, ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ, വലിയ ശക്തന്മാരതിനകത്തില്ല. ശക്തന്മാരില്ലെന്നല്ല, വലിയ ശക്തന്മാരുണ്ട്. നമ്മൾ ബൈബിൾ പഠിച്ചാൽ, സഭാചരിത്രം പഠിച്ചാൽ ലോകത്തെ, അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാമോ സഭാചരിത്രത്തിൽ നിന്ന് വലിയൊരു അബദ്ധം ഈ ചരിത്രകാരന്മാർ കാണിച്ചിട്ടുണ്ട്.
അത് ഏറ്റവും വലിയ വൃത്തികേടാണ്. സഭാചരിത്രത്തിൻ്റെ എഴുത്തുകാർ, അത് ഏതവനായാലും ഏറ്റവും വലിയൊരു വൃത്തികേട് കാണിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ദൈവികമായ പ്രവർത്തികൾ, മിസ്റ്റിക്കൽ സീക്രട്ടുകൾ, അത്ഭുത അടയാളങ്ങൾ, ഇവിടുത്തെ രവിചന്ദ്രനോ ഇവിടുത്തെ ഇടമുറുകിനോ ഇവിടുത്തെ യുക്തിവാദിക്കോ ഒരു വിരളനക്കാൻ പോലും പറ്റാത്ത നിലയിൽ അതിശക്തമായ ദൈവപ്രവൃത്തിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഏൻഷ്യന്റ് ചർച്ചസിന്റെ പുറകിലാണ്. കോപ്റ്റിക് ചർച്ച് ഫാദേഴ്സിനെ നോക്കണം, അവരുടെ സഭാചരിത്രങ്ങൾ. ഞാൻ ഈ കുറെ നാളുകളായിട്ട് ഇത് പഠിച്ചുകൊണ്ടിരിക്കുക. AD 200-കളിൽ ഒരു ദൈവദാസനെ കുറിച്ചുണ്ട്. അദ്ദേഹത്തിന്റെ പേരെനിക്ക് ഗായിയോസ് എന്തോ ഒരു പേര്. അദ്ദേഹത്തെ കൊന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കഴുത്ത് വെട്ടിയിട്ടപ്പോൾ ആ കഴുത്ത് ഉരുണ്ട റോഡിനപ്പുറത്ത് പോയി, ശരീരം ഇപ്പുറത്ത് വീണു. കുറച്ചു നേരം നോക്കി നിന്നപ്പോൾ ഈ തലയില്ലാത്ത ഉടൽ എഴുന്നേറ്റു. ഇതൊന്നും ഇപ്പം പറഞ്ഞ കഥയാണ്, ഡിങ്കന്റെ കഥയാണ്, ബാലരാമ കഥ. പക്ഷെ ഇത് ചരിത്രത്തിനകത്തെ ഒറിജിനലാണ്. പക്ഷെ എഡിറ്റ് ചെയ്ത കുറെ മഹാന്മാർ വൃത്തികേട് കാണിച്ചതാണ്. ആ ഈ ബോഡി, തലയില്ലാത്ത ബോഡി എഴുന്നേറ്റ് അപ്പുറത്ത് ചെന്ന് ആ തല എടുത്ത് കയ്യിൽ വെച്ച് 3 കിലോമീറ്റർ നടന്നു. 3 കിലോമീറ്റർ നടക്കുമ്പോഴും ഈ ഉടലറ്റ തല സംസാരിച്ചുകൊണ്ടിരുന്ന. അപ്പൊ അങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന ദൈവപ്രവർത്തികളുടെ സാക്ഷികളായിരുന്നു ആദിമസഭകൾ. കോപ്റ്റിക് ചർച്ച് ഫാദേഴ്സിനെ നിങ്ങൾ പഠിക്കണം. അവരെ നമ്മൾ ഈ ഈജിപ്തിന്റെ ഭാഗങ്ങളിൽ മരുഭൂമികളിൽ മണിക്കൂറുകൾ 100 വർഷം പ്രാർത്ഥിച്ച ദൈവദാസന്മാരുണ്ട്. 100 വർഷം ഒരേ സമയം 15ഉം 20ഉം വർഷങ്ങൾ പ്രാർത്ഥിക്കുന്നവരകത്തുണ്ടായിരുന്നു. അതിശക്തന്മാരായ പ്രാർത്ഥനാവീരന്മാർ. അതിൻ്റെ ബേസിൽ ഒരു ക്രൈസ്തവത ലോകത്തിൽ നിലനിന്നിരുന്നു. അത് പെന്തിക്കോസ്റ്റിൽ നമ്മളിന്ന് കാണുന്നതിൻ്റെ 1,00,000 മടങ്ങ് പവർഫുൾ ആയിരുന്നു. ഒരിക്കലും ഒരു ദൈവദാസന്റെ ചരിത്രം ഞാൻ ഈ ഒരു പുസ്തകത്തിൽ ഇങ്ങനെയാണ് വായിച്ചത്. എൻ്റെ കയ്യിലുണ്ട് ആ പുസ്തകം. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെ ചോദ്യം ചെയ്യും. ഞാനൊരു ക്രിസ്ത്യാനികളുടെ ആ മഹത്വത്തെ ഞാനൊന്ന് വർണ്ണിക്കാം. നമ്മൾ കൈവേദന, മുട്ടുവേദനയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഒരു കർത്താവിൻ്റെ ദാസൻ, അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് തോന്നുന്നു, ഓക്കെ ഞാൻ ഇതിൻ്റെ കമൻറ്റിലിടാം, മെമ്മറി അങ്ങോട്ട് വരുന്നില്ല. ആ ദൈവദാസന്റെ വിശുദ്ധിയെ ചോദ്യം ചെയ്യാൻ അദ്ദേഹം ഒരു ഹട്ടിലാണ് താമസിക്കുന്നത്, ഒരു ഗുഹയിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീടുമുള്ളതെല്ലാം വിറ്റ്, മാതാപിതാക്കൾ മരിച്ചപ്പോൾ തൻ്റെ സകലതും വിറ്റ് കളഞ്ഞിട്ട് ഗുഹയിൽ വന്ന് ഉറവയിലെ വെള്ളം കുടിച്ച് താൻ ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുകയാണ്. തന്നെ സഹായിപ്പാനായിട്ട് കാക്കകൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആഹാരം കൊണ്ടുവരും. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ആഹാരം കഴിച്ച് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ ദേശത്തുള്ള കുറച്ച് ആളുകൾ ഇദ്ദേഹം വലിയ വിശുദ്ധനാണെന്ന് കാണിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ഒരു രാത്രിയിൽ ഒരു സഹോദരിയെ അദ്ദേഹത്തിൻ്റെ ഗുഹയ്ക്കകത്ത്, അദ്ദേഹം താമസിക്കുന്ന ആ ടെൻറ്റ്, ഗുഹ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തേക്ക് അയച്ചു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനാന്ന് പറഞ്ഞ് കാര്യം പറഞ്ഞു. അവസാനം ഇവിടെ പ്രലോഭിപ്പിക്കാൻ തുടങ്ങി. പ്രലോഭനം ഇങ്ങനെ മൂത്തപ്പോൾ കർത്താവിൻ്റെ ദാസൻ നേരെ തന്നെ ഉള്ളറയിലേക്ക് പോയി. അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ ഒരു വാതിൽ എന്തോ അടച്ചു. ഇവിടെ നിലവിളിക്കാൻ തുടങ്ങുമ്പോൾ താൻ വീണ്ടും പുറത്തു വന്നു. ചരിത്രം ഇങ്ങനെയാണ്. ഒടുവിൽ താൻ തൻ്റെ വലം കൈ അവിടെ കത്തിച്ച വിളക്കിലിങ്ങനെ വിളക്കിലേക്ക് തൻ്റെ വിരൽ കത്തിക്കാൻ തുടങ്ങി. ഈ ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, ഈ വിരൽ കത്തിക്കാൻ തുടങ്ങി. വിരൽ കത്തിക്കുമ്പോൾ ഉണ്ടെന്ന വേദന താൻ ഇങ്ങനെ എഴുതി വെച്ചത്, എൻ്റെ അകത്തു വന്ന പാപത്തിൻ്റെ പ്രലോഭന ചിന്ത ഈ തീയിൽ കത്തിയതിനേക്കാളും വലുതായിരുന്നു. പാപത്തിൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാനുള്ള ചിന്ത. അകത്തു വന്ന ആ ലസ്റ്റിൻ്റെ തീക്ക് താൻ വിരൽ കത്തിക്കുമ്പോൾ, വിരൽ തീയിൽ വെച്ച് കത്തിക്കുകയാണ്. ഒരു രാത്രി മുഴുവൻ താൻ ഈ വിരൽ വെച്ച് കത്തിച്ചുകൊണ്ട് നിന്നു. വിരൽ കത്തി, തൻ്റെ തള്ളവിരൽ കത്തി, ചൂണ്ടുവിരൽ കത്തി, നടുവിലത്തെ വിരൽ കത്തി, 5 വിരലും കത്തി തീർന്നു. ഇത് കണ്ടുകൊണ്ട് നിന്ന ഈ സ്ത്രീയെ ബോധരഹിതയായി താഴെ വീണു. താൻ അവിടെ തന്നെ നിന്ന് തൻ്റെ 5 വിരലും കത്തിച്ചു കളഞ്ഞു. പ്രഭാതത്തിൽ ഇദ്ദേഹം തെറ്റ് ചെയ്ത് കാണും, വ്യഭിചാരം ചെയ്ത് കാണും എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാനായിട്ട് നാട്ടുകാർ ഓടി വന്നപ്പോൾ കാണുന്ന കാഴ്ച, ഈ സ്ത്രീ അപ്പുറത്ത് മാറി കിടക്കുന്നു, ബോധമില്ലാതെ കിടക്കുന്നു. ഉറങ്ങുകയാണെന്ന് വിചാരിച്ച് തട്ടി നോക്കിയപ്പോൾ മരവിച്ചിരുന്നു. പേടിച്ച് വീണ് ചത്തുപോയതാണ്. കാരണം ഈ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ പാപം വരാതിരിക്കാൻ അത്ര കഠിനമായി തൻ്റെ വിരലുകളെ കത്തിക്കുകയാണ്. അവസാനം ഈ സ്ത്രീ മരിച്ചുപോയി താൻ അറിഞ്ഞില്ല. താൻ ആ അനുഭവത്തിൽ നിൽക്കുക. കാരണം ബിക്കോസ് ഹി വാസ് സോ മച്ച് കണക്റ്റഡ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ട് വളരെ ശക്തമായ നിലയിൽ ബന്ധം സ്ഥാപിച്ചിരുന്ന മനുഷ്യൻ.
നാട്ടുകാർ വന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, നീ ഈ സ്ത്രീയെ എന്തിനാ കൊന്നേന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊന്നതല്ലെന്ന് പറഞ്ഞു. അവസാനം മരവിച്ചു പോയ ഈ സ്ത്രീയുടെ ശരീരത്തിനടുക്കിലേക്ക് വന്ന് അവിടെ മേൽ കൈവച്ച് എഴുന്നേൽപ്പിച്ചു, ജീവനോടങ്ങ് എഴുന്നേൽപ്പിച്ചു, മരിച്ച ശവത്തെ എഴുന്നേൽപ്പിച്ചു. നമ്മുടെ നാട്ടിൽ പോലെ ഇന്ന് വലിയ ക്യാമറ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എഴുന്നേൽപ്പിച്ചു. അവൾ ആ ദൈവമനുഷ്യന്റെ കാൽക്കൽ വീണ് നിലവിളിച്ച് തന്നെ ചതിക്കുവാനായി വന്ന ആളുകളുടെ മുമ്പിൽ താൻ അന്നൊരു ദൈവത്തിന്റെ ഭക്തനായി വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. അങ്ങനെയുള്ള ശക്തന്മാരായ കൃതദാസന്മാർ നിലനിന്നിരുന്ന ഒരു ക്രിസ്ത്യാനിതയുണ്ട്. അത് ഞാൻ കണ്ടുപിടിച്ചത്, എനിക്ക് മനസ്സിലായത് ഈസ്റ്റേൺ തിയോളജിക്കൽ രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വെസ്റ്റേൺകാരുടെ കയ്യിൽ പണമുണ്ട്, ആസ്തിയുണ്ട്, ബിൽഡിംഗ് ഉണ്ട്, രാജ്യങ്ങളുണ്ട്, രാജാക്കന്മാരുണ്ട്, ചക്രവർത്തിമാരുണ്ട്. പക്ഷേ ഈസ്റ്റേൺ ഗോസ്പലിന്റെ കയ്യിൽ, ഈസ്റ്റേൺ തിയോളജിയൻസിന്റെ കയ്യിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, നിലവിളിക്കുന്നവരുണ്ട്, പ്രാർത്ഥനാവീരന്മാരുണ്ട്, രക്തസാക്ഷികളുണ്ട്, സത്യവചനമുണ്ട്, മാറാത്ത ദൈവവചനത്തിന്റെ ആഴങ്ങളുണ്ട്. അവര് ഇന്നുവരെ കെടുത്താൻ ആർക്കും പറ്റിയിട്ടില്ല. മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് ഈ ദൈവസത്യത്തിന്റെ പുറകിൽ പോയ ആളുകളെയാണ്. അവരെ ഒരിടത്ത് ഉറപ്പിച്ചിട്ടില്ല. അവർക്ക് വലിയ സംഘടനാ ശേഷിയില്ല, അവർക്ക് സെന്റർ ഇല്ല, വലിയ മാസ് സെന്റേഴ്സ് ഇല്ല. ഇന്ന് മോഡേൺ വേൾഡിൽ പോലും ഒരു മാസ് സെന്റർ ഒരു ഈസ്റ്റേൺ ഗോസ്പൽ വിശ്വസിക്കുന്ന ആ വിഭാഗക്കാരുടെ ഇടയിൽ ഇല്ല. അവരിന്നും അലയുകയാണ്. മരണം ഏറ്റവും കൂടുതൽ കാർന്നു നിന്ന അവരെയാണ്. എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ആ സമൂഹത്തെയാണ്. സോ ഐ ജസ്റ്റ് ബിഗാൻ ടു, ഞാൻ വളരെ ശക്തമായ നിലയിൽ പഠിക്കാനായിട്ട് തുടങ്ങി. ലഭിച്ച എല്ലാ കിട്ടാവുന്ന എല്ലാ ഡോക്യുമെന്റ്സും എടുത്തു. പക്ഷേ ഇവരുടെ എല്ലാം ഡോക്യുമെന്റ്സും ഇല്ല. ഇവരെ കുറിച്ചുള്ള പഠനങ്ങൾ കുറവാണ്, എഴുത്തുകൾ കുറവാണ്. നിങ്ങൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഞാൻ നിങ്ങൾക്ക് ചലഞ്ചായിട്ട് പറയുക, നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ മാറ്റുന്ന അതിശക്തമായ സത്യങ്ങൾ നിറഞ്ഞ ഒരു തിയോളജിക്കൽ വ്യൂ ആണ് ഈസ്റ്റേൺ തിയോളജിക്കൽ വ്യൂ. ഞാൻ അതിനാൽ അട്രാക്റ്റഡായി. ഐ വാസ് പ്രാർത്ഥിക്കാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി. വലിയ ദൈവദാസന്മാരൊന്നുമില്ല, അവരുടെ കൊച്ചു അവരെ കുറിച്ച് എഴുതിയത്. പക്ഷെ ഐ ഫൗണ്ട് ദാറ്റ് ആ തിയോളജിയുടെ ബേസ് ഒരിക്കലും ഏതോ തത്വജ്ഞാനമല്ല, മറിച്ച് കൃത്യമായി പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന ത്രിയേക ദൈവത്തിന്റെ ജീവൻ, നിത്യമായ ജീവൻ. ആ പെരിക്കൊറേസിസ് എന്ന് പറഞ്ഞ പദങ്ങൾ പോലും ഈ കോപ്റ്റിക് ഫാദേഴ്സാണ് ഉണ്ടാക്കിയത്. ആദ്യകാലത്ത് സഭാപിതാക്കന്മാരിൽ നിന്ന് വന്നതാണ്. അവരാണ് ഈ തൃത്വത്തിന്റെ നടനത്തെ പഠിപ്പിക്കാൻ തുടങ്ങി, ആ റിലേഷൻഷിപ്പിനെ പഠിപ്പിക്കാൻ തുടങ്ങി, മരണം കൊണ്ടുപോലും മാറാൻ പറ്റാത്ത ബന്ധങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ക്രൈസ്തവ ലോകം ഇത് നെഗ്ലക്റ്റഡ് ആയി. കാരണം അവരുടെ കയ്യിൽ വലിയ കമന്ററീസ് ഇല്ല, അവരുടെ കയ്യിൽ പുൾപിറ്റ് കമന്ററി ഇല്ല, അവരുടെ കയ്യിൽ വലിയ സെന്റർ ഇല്ല, അവർക്ക് വലിയ ആകാശം മുട്ട നിൽക്കുന്ന ആലയങ്ങളില്ല, വലിയ ഓഡിറ്റോറിയംസ് ഇല്ല, പ്രസ്ഥാനങ്ങളില്ല, ഒന്നുമില്ല. സാധാരണക്കാർ. പക്ഷെ ദേ ആർ സോ പവർഫുൾ. മരണത്തിന് പോലും മാറ്റാൻ പറ്റാത്ത വിശ്വാസത്തിന്റെ ആഴങ്ങൾ നിറഞ്ഞൊരു തലമുറ. ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയാം, ഞാൻ ചലഞ്ച് ചെയ്ത് പറയാം, നിങ്ങളും ഞാനും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനിത്വം അല്ല നമ്മുടെ പൂർവികരുടെ ക്രിസ്ത്യാനിത്വം. അവർ പോയ വഴികൾ നമ്മെ ചൊടിപ്പിക്കുന്നതാണ്, നമ്മെ ചലഞ്ച് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ യങ്ങർ ജനറേഷൻ ചലഞ്ചഡ് ആകണം. മോഡേൺ ലോകത്ത് അങ്ങനെ ഒരു കൂട്ടം മിസ്റ്റിക്കൽ പീപ്പിൾ എഴുന്നേറ്റ് വരണം. ഒറ്റ വാക്കുകൊണ്ട്, അയർലൻഡ് എന്ന് പറയുന്ന നാട്ടിലെ ഒരു വാക്കുകൊണ്ട് അതിലെ പാമ്പിൻ കൂട്ടത്തെ എന്നേക്കുമായിട്ട് ഐലൻഡ് വിട്ടോടിപ്പിച്ച ദൈവദാസന്മാർ, വാക്കുകൾ കൊണ്ട് ശക്തി വെളിപ്പെടുത്തിയ ദൈവദാസന്മാർ. വെറുതെ പറഞ്ഞാൽ പോലും അത്ഭുതം നടക്കുമായിരുന്നു. ഒരു ദൈവദാസനെ കുറിച്ച് ഞാൻ വായിച്ചു. ഇങ്ങനെയാണ് അദ്ദേഹം തൻ്റെ ബാല്യക്കാരനെ ചുമ്മാ ഒന്ന് ശാസിച്ചത്. നീ നശിച്ചു പോടാന്ന് പറഞ്ഞു. ദേഷ്യത്തിൽ പറഞ്ഞു തീർന്നപ്പോൾ ആ മനുഷ്യൻ വീണ് മരിച്ചു. കൂടെയുള്ള തൻ്റെ ശിഷ്യൻ മരിച്ചുപോയി. അദ്ദേഹത്തിന് വളരെ വേദനയായി. ദൈവമേ, എന്ത് ചെയ്യും, ഞാൻ വെറുതെ പറഞ്ഞതാ, നശിച്ചു പോടാന്ന് പറഞ്ഞു വീഴുമ്പോൾ ഇടിവെട്ടിയതുപോലെ താൻ വീണ് ചത്തു. ദൈവസന്നിധി നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, യു ഡു നോട്ട് നോ ഹൗ മച്ച് പവർ യു ആർ ക്യാരിയിങ്. നീ എത്രത്തോളം ശക്തിയെ ചുമക്കുന്നു എന്ന് നിനക്കറിയില്ല. നിന്റെ നാവ് ശക്തിയുള്ളതാ, പ്രാർത്ഥിക്കുന്നവനാ നീ, നിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ദൈവനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം വീണ്ടും ദൈവസന്നിധിയിൽ പാപങ്ങളിൽ ദൈവമുമ്പിൽ സമ്മതിച്ചു. മരിച്ച ശവത്തെ എഴുന്നേൽപ്പിച്ചു. അന്ന് താന് ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ ഇനി 3 വർഷം സംസാരിക്കത്തില്ല. ഒരു കല്ലെടുത്ത് തന്റെ വായിലിട്ടു. 3 വർഷം ആ കല്ലുമായിട്ടാണ് ആ ഭക്തൻ നടന്നത്. എന്തെന്ന് ചോദിച്ചാൽ, അനാവശ്യമായ ഒരു വാക്ക് തന്റെ വായിൽ വരരുത്. സോ ഹി വാസ് കൺട്രോൾഡ്. അവർ തന്നെ ടങ്സിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി, തന്നെ ഡിസിപ്ലിൻ ചെയ്യാൻ തുടങ്ങി.
ആയിരുന്നു ഈ സഭയുടെ ചിന്ത. എന്നെ ഇവിടുത്തെ ഒരു സഭയും അട്രാക്ട് ചെയ്തിട്ടില്ല. ഏറ്റവും കൂടുതൽ ഞാൻ ഇന്നൊരു ക്രിസ്ത്യാനിയായിട്ട് നിൽക്കുന്നതിന് ഒറ്റ റീസണേ ഉള്ളൂ. ഐ ഫൗണ്ട് ദ റിയൽ ക്രിസ്ത്യൻസ് ഇൻ ദ ഏർലി സെഞ്ചുറീസ്. ഐ ഫൗണ്ട് ദർ ടീച്ചിങ്. സോ അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ മരിക്കാൻ കൂടെ തയ്യാറാണ്. ഐ എം റെഡി ടു ഡൈ ഫോർ ദ ട്രൂത്ത്. അതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിന് എന്ത് നഷ്ടം വന്നാലും, വാട്ട് എവർ ഹാപ്പൻസ്, എന്ത് നഷ്ടം സംഭവിച്ചാലും, ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ അംഗീകരിച്ചില്ലേലും, ഒരു മനുഷ്യൻ പോലും അംഗീകരിച്ചില്ലേലും, ലോകം മുഴുവൻ എതിർത്താലും, I will stand for the truth and I will die for the truth. Because that much powerful it is. I found that was a real Christianity. അതായിരുന്നു യഥാർത്ഥ ക്രിസ്ത്യാനിത്വം. ആ ക്രിസ്ത്യാനിത്വമാണ് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ ക്രിസ്ത്യാനിത്വം. ഞങ്ങളും ട്രിനിറ്റിയാണ് എന്ന് പറഞ്ഞാൽ അടികൂടുക എല്ലാവരും. അടികൂടുന്ന ക്രിസ്ത്യാനിത്വം അല്ല ഇത്. ഒരു ട്രൂ ട്രിനിറ്റേറിയൻ യേശുവിനെ പോലെ മൂവ് ചെയ്യത്തുള്ളൂ. നിങ്ങളുടെ പുസ്തകത്തിനകത്ത് നിങ്ങൾ ട്രിനിറ്റിയുടെ തിയോളജിയിൽ വിശ്വസിക്കുന്നവരായിരിക്കും. പക്ഷെ ട്രിനിറ്റിയുടെ ലൈഫ് നിങ്ങൾക്ക് വരണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തൃത്വത്തെ ഞങ്ങൾ തൃത്വവിശ്വാസികളാണെന്ന് പറഞ്ഞിട്ട് തൃത്വത്തിന്റെ ഒരു സ്വഭാവ സവിശേഷതയില്ലാത്ത ക്രൈസ്തവർ. യേശു എന്താ പറഞ്ഞത്? പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന്. പിതാവേ, നാം ഒന്നായിരിക്കുന്ന പോലെ ഇവരും നമ്മിൽ ഒന്നാകണം. ക്രിസ്ത്യാനി തൃത്വത്തിന്റെ അടിത്തറയിലേക്ക് തിരിച്ചു വരണം. ഈ ഗ്രീക്കുകാരൻ ദൈവസഭയ്ക്കകത്ത് കൊണ്ടിട്ട അവന്റെ ഫിലോസഫിയും അവന്റെ തത്വജ്ഞാനവും എടുത്ത് കുപ്പയിലെറിയണം. എറിഞ്ഞിട്ട്, ഞാൻ വേദശാസ്ത്രം പഠിക്കുന്ന ആളല്ല, എനിക്ക് വേദശാസ്ത്രങ്ങൾ അറിയത്തില്ല. ഇതിനകത്ത് ആ കഴിവുള്ള ആളുകൾ ക്രൈസ്തവ സഭയെ പൂർവികമായ സത്യത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരണം. നമ്മൾ പറയുമ്പോൾ ഭാഷാഭാഷണം, പ്രവചനം, ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും ആയിരുന്നില്ല ബ്രദറെ, ഇതൊന്നും ആയിരുന്നില്ല സഹോദരങ്ങളെ. 2, 3, 4, 5 ആ നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ സഭ, ക്രിസ്തീയ സമൂഹം വിറപ്പിക്കുന്നവരായിരുന്നു, അതിശക്തന്മാരായിരുന്നു. ഒരാൾ പോലും നമ്മുടെ നാട്ടിലില്ല, ഒരാൾ പോലും ഇല്ല. നമുക്ക് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ടെലിവിഷൻ ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്, നമുക്ക് ടൈറ്റിൽ ഹംഗ്രി മണി മൈൻഡഡ് പ്രീച്ചേഴ്സ് ഉണ്ട്. We have a lot of tele-evangelists, but nobody is there in this world now. I never found them. ഞാൻ കണ്ടിട്ടില്ല, ഇല്ലെന്ന് ഞാൻ അങ്ങ് പറഞ്ഞ് അവകാശപ്പെടുകയല്ല. ഇന്ത്യ രാജ്യത്ത് that type of Christian should rise up. Mystical Christians എഴുന്നേറ്റ് വരണം. അതാണ് ചർച്ച. ഞാൻ പറഞ്ഞല്ലോ, പൂർവികമായിട്ട് എൻ്റെ വീട് ഉണ്ടാക്കിയേക്കുന്നത് തേക്കുംതടിയിലാണ്. എൻ്റെ വീടിൻ്റെ അകം മൊത്തം ഉണ്ടാക്കിയത് ഈട്ടിത്തടിയിലാണ്. പക്ഷെ എനിക്ക് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലെങ്കിലും, എൻ്റെ ഹെറിറ്റേജ് എത്ര പവർഫുൾ ആണേലും, എൻ്റെ ഗ്രഹത്തിൽ, ഭവനത്തിൽ കഴിക്കാൻ ആഹാരമുണ്ടോ? ഈ ബെയ്ത്ലഹേമിൽ അപ്പമില്ല എന്നൊരു കാലം നിങ്ങൾ മറക്കും. ബെയ്ത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനം എന്നാണ്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ദൈവശക്തിയെയും ദൈവകൃപയെയും ലോകത്തെ ചലഞ്ച് ചെയ്യുന്ന ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തെയും ഈ തലമുറയ്ക്ക് കൊണ്ടുവരേണ്ട സഭകൾ ആ ദൈവശക്തിയിൽ നിന്ന് വഴുതിപ്പോയി എന്ന യാഥാർത്ഥ്യം മറക്കരുത്. നമുക്ക് വേഷങ്ങൾ, നമുക്ക് സ്ഥാനമാനങ്ങൾ, നമുക്കെന്താ, നമ്മൾ ടൈറ്റിൽ ഹംഗ്രി ആളുകളാണ്. ടൈറ്റിൽ ഹംഗ്രി, മണി മൈൻഡഡ് പാസ്റ്റേഴ്സും പ്രീച്ചേഴ്സും പ്രീസ്റ്റും റവറൻഡുമാരും ബ്രദറുമാരും ഇവാഞ്ചലിസ്റ്റുമാരും പാസ്റ്റർമാരെ കൊണ്ട് നമ്മുടെ ലോകം മൊത്തം നിറഞ്ഞിരിക്കുക. Jesus Christ received the power. You know, when Jesus came to the world, 12-ാമത്തെ വയസ്സിൽ വേദപണ്ഡിതന്മാരുടെ കൂടെ ഇരുന്ന് തർക്കിച്ചപ്പോൾ ദൈവശക്തി ഇറങ്ങില്ല. ദൈവശക്തി യേശുവിന്റെ മേൽ ഇറങ്ങിയത് യോർദാന്റെ തീരത്ത് ഇറങ്ങുമ്പോഴാണ്. എന്താ യോർദാന്റെ തീരത്ത് എന്തിനാ വന്നേ? യോർദാനിൽ മരണം വരിക്കാൻ, കുരിശെടുക്കാൻ. യോർദാനിൽ വെച്ചാ കുരിശെടുത്ത്. യോർദാന്റെ തീരത്ത് വെച്ച് കുരിശെടുത്തതിന്റെ അന്ന് സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന ദേഹരൂപം അവന്റെ മേൽ ഇറങ്ങി വന്നു. അപ്പൊ കർത്താവിനെ അനുഗമിക്കുന്നവൻ കുരിശുമെടുത്ത് എന്ന് നമ്മൾ ആ ഡെഡിക്കേഷനിൽ കുരിശു തോളിൽ ഫിക്സ് ചെയ്ത് മൂവ് ചെയ്യുന്നു, അന്നേ ഹെവൻ ഓപ്പൺ ആവൂ. സുഗലോലുപതയുടെ മട്ടുപ്പാവിലിരുന്ന് ഇവാഞ്ചലിസേഷൻ ഇനി പോസിബിൾ അല്ലെന്ന് മനസ്സിലാക്കിക്കോണം.
ഞാൻ കണ്ടൊരു സത്യം ഈ കാലത്ത് ഞാൻ പറയാം. ഈ കാലഘട്ടത്തിലെ സഭ ഇനിയും ഒരു 2 വർഷം അടച്ചിട്ടാലും ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഇനി ഒരു 2 years സഭായോഗം നടന്നില്ലാലും ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ട് പ്രശ്നമില്ല? ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടെ രാജ്യത്തിനൊരു സംഭവം ഉണ്ടാകത്തില്ല. കാരണം ക്രിസ്ത്യാനിത്വം ഒരു ചർച്ച ഇല്ലെങ്കിലും ഭൂമി സഭയുടെ വില കുറയ്ക്കില്ല, ദൈവം വില കുറയ്ക്കില്ല. ക്രൈസ്തവൻ ഉണരണം. അത് ഓർത്തഡോക്സുകാരനാണെങ്കിലും കത്തോലിക്കരാണെങ്കിലും ബന്ധിക്കോസുകാരനാണെങ്കിലും ബ്രദറൻകാരനാണെങ്കിലും തർക്കങ്ങളെല്ലാം നിർത്തിയിട്ട് ഉണരണം. ഉണർന്നിട്ട് ക്രിസ്ത്യാനിത്വത്തിന്റെ ഹെറിറ്റേജ് വെളിപ്പെടുത്താൻ തയ്യാറാകണം. 2000 years പാരമ്പര്യമുണ്ട് ക്രൈസ്തവ സഭയ്ക്ക്. 2000 വർഷം. ഏർലി ചർച്ച് നിങ്ങൾക്കറിയാം, ആദിമ സഭ, ഏർലി ബേബി ചർച്ച്. ഞാനിങ്ങനെ പറയാനുണ്ട്, എഴയുന്ന സഭയാണ്. പന്തിക്കോസ്ത് നാളിൽ യെരുശലേം ദേവാലയത്തിനകത്ത് കൂടി ചർച്ചാണ്. ആ ബേബി ചർച്ചിന്റെ 38 വർഷത്തെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി. ഈ അപ്പോസ്തല പ്രവൃത്തി വായിച്ചു നോക്ക്. 2000 വർഷത്തെ പ്രായമുള്ള മുതുക്കൻ സഭയാണ് ഇപ്പോൾ. 2000 years പ്രായമുള്ള കിളവൻ ചർച്ച്, മുറ്റിയ സഭ, മച്ചുവേർഡ് ചർച്ച. അപ്പോസ്തല പ്രവൃത്തിയിലെ ഒരു പ്രവൃത്തി നമ്മുടെ സഭകളിൽ വെളിപ്പെടുന്നില്ല. നമ്മളിൽ ആകെയുള്ള ഒരൊറ്റ കാര്യം ബഹളം മാത്രമേ ഉള്ളൂ. ബഹളം. പെന്തിക്കോസ്ത് നാളിൽ ശബ്ദമുണ്ടായി. പെന്തിക്കോസ്തിൽ ശബ്ദം മാത്രമല്ല ഉണ്ടായി, അഗ്നി ഇറങ്ങി വന്നു. 3-ാമത്തെ അധ്യായത്തിൽ ഒറ്റ പ്രസംഗത്തിൽ 5000 പേർ രക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള ദൈവപ്രവൃത്തി ഉണ്ടായി. ശബ്ദകോലാഹലമല്ല ക്രിസ്ത്യാനിത്വത്തിന്റെ അടിത്തറ. നമ്മൾ പുറത്തിറങ്ങണം. നിങ്ങളുടെ മനസ്സ് ദൈവത്തോട് പറഞ്ഞു, ലോർഡ് ചേഞ്ച് മീ ലോർഡ്, എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം. ഭാരത്തോടെ ഞാൻ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സഭാ വിഭാഗങ്ങളെയും ഞാൻ ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഐ ഗീവ് വാല്യൂ ടു ഓൺലി 5% ഓഫ് ഡോക്ട്രിൻ ബേസ്. ഡോക്ട്രിന് ഞാൻ 5% വില കൊടുക്കുന്നുള്ളൂ. 95% ഓഫ് ക്രിസ്ത്യാനിറ്റി ഈസ് ബേസ്ഡ് ഓൺ പ്രാക്ടിക്കാലിറ്റി, നോട്ട് ഡോക്ട്രിൻ. ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് ഡോക്ട്രിൻ നിന്നെ ഒരിടത്ത് എത്തിക്കുമെന്ന്. ഡോക്ട്രിൻ ഒരു ഡിസിപ്ലിൻ മാത്രമാണ്. ഞാനൊരു വസ്ത്രം ഇട്ടേക്കുന്ന പോലെ ഉള്ളൂ. എൻ്റെ നഗ്നത മറയ്ക്കാൻ വേണ്ടി ഞാൻ വസ്ത്രം ഇടുന്നത്. ഈ വസ്ത്രം ഇല്ലെന്ന് വെച്ചുകൊണ്ട് എൻ്റെ ജീവൻ പോകത്തില്ല. വസ്ത്രം ഇട്ടെന്ന് വെച്ചുകൊണ്ട് എൻ്റെ ജീവൻ നിലനിൽക്കത്തുമില്ല. ഉടുപ്പിനേക്കാൾ വലുതാണ് നമ്മുടെ ശരീരം. ഡോക്ടറിനേക്കാൾ വലുതാണ് സഭ. ഡോക്ടറിന്റെ ബേസിലല്ല സഭ പോകേണ്ടത്. ചർച്ച് ഹാസ് ടു ബി ബേസ്ഡ് ഓൺ ലൈഫ്, പ്രാക്ടിക്കാലിറ്റി, ലവ്. സൊസൈറ്റിക്ക് നമ്മൾ പ്രയോജനപ്പെടണം. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ എന്താ, നമ്മളെല്ലാം പാരമ്പര്യം, എല്ലാവരും പറയാം ഞങ്ങളാണ് പാരമ്പര്യം. നിർത്ത്. എനിക്ക് ഷെയ്മാ തോന്നുന്നത്, എനിക്ക് വിഷമം തോന്നുകയാണ്. That's what I choose to go after the Eastern theology. ഈസ്റ്റേൺ തിയോളജിക്കകത്ത് ആ മഹത്വം ഞാൻ കണ്ടു. ഇതിനകത്ത് ചെറുപ്പക്കാരോട് ഞാൻ പറയാം, വിദ്യാസമ്പന്നർ, എന്നേക്കാൾ വിദ്യാസമ്പന്നരായ അറിവുള്ള കഴിവുള്ള സഹോദരന്മാരോട് ഞാൻ പറയാം, ഇനിയുള്ള യാത്ര ചൂസ് ടു ഫോളോ ദ ഈസ്റ്റേൺ തിയോളജിക്കൽ റിയാലിറ്റി. അവിടെയാണ് ട്രൂത്ത്. അവിടെയാണ് നമ്മുടെ കർത്താവിൻ്റെ ശ്വാസം കിടക്കുന്നത്. അവിടെയാണ് അപ്പോസ്തലന്മാരുടെ രക്തത്തിൻ്റെ ശബ്ദം കിടക്കുന്നത്. അവിടെയാണ് യേശു ക്രിസ്തു സ്ഥാപിച്ച സഭയുടെ ശേഷിപ്പെങ്കിലും കിടക്കുന്നത്. ഫോളോ ദാറ്റ് ഡോക്ട്രിൻ. നമ്മൾ ഇന്ന് കാണുന്ന മോഡേൺ ക്രിസ്ത്യാനിറ്റി നിങ്ങൾ എടുത്ത് ദൂരെ എറി. ഗിവ് അപ്പ് യുവർ മോഡേൺ ക്രിസ്ത്യാനിറ്റി ആൻഡ് ഫോളോ ദ ഏൻഷ്യൻ ഫെയ്ത്ത്. ഫോളോ ദ ഏൻഷ്യൻ ഫെയ്ത്ത്. ദൈവപ്രവൃത്തി അവിടെയാണ്. ഇന്ത്യ ഇനിയും വേണ്ടത് 10 പുതിയ സംഘടനയല്ല. നമുക്ക് ആവശ്യം, ഞാൻ പറഞ്ഞില്ലേ, ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാസ്തവത്തിൽ ഞാൻ ഇന്നൊരു പ്രധാന കാര്യം പറയാനായിട്ട് വന്നത്, പക്ഷേ എൻ്റെ സമയം മുമ്പ് ഒത്തിരി പോയി. ഇപ്പം ചേർച്ച് എന്ന വിഷയത്തിനകത്ത് ഞാൻ എൻ്റെ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു. ഐ ഫൗണ്ട് ഈച്ച് ആൻഡ് എവറി ചർച്ച്, എല്ലാ ഡിനോമിനേഷനും, ആരുമായിട്ടും എനിക്ക് വിരോധമില്ല. പെന്തിക്കോസുമായിട്ടും വിരോധമില്ല, പെന്തിക്കോസ് സമൂഹമായിട്ടും വിരോധമില്ല. അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്കായി സ്തോത്രം, അവരിലൂടെ ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കായും കർത്താവിന് സ്തോത്രം. കത്തോലിക്ക ചർച്ചിനായും കർത്താവിന് സ്തോത്രം. യാക്കോബ ഞാൻ എല്ലാ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ചർച്ചും ഇവിടെ ആവശ്യമുണ്ട്. എല്ലാ ചർച്ചും ഇവിടെ ആവശ്യമുണ്ട്. എല്ലാ സഭയുടെ ആവശ്യമുണ്ട്. ആരെയും നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യണ്ട. നമുക്ക് യേശുവിൻ്റെ സ്നേഹം ഇവിടെ കൊണ്ടുവരണം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതിനാൽ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും.
നമുക്ക് അന്യോന്യം സ്നേഹിക്കാൻ പറ്റുമോ? നമ്മുടെ സഭകളെല്ലാം ഒന്നാവണ്ട. നടക്കത്തില്ല, ഞാൻ പറഞ്ഞല്ലോ, നടക്കത്തില്ല. നമ്മുടെ സഭകളെല്ലാം കൂടെ ഒന്നായാൽ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവും. 100%. മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവും എല്ലാ സഭകളോട് ഒന്നായാൽ. കാരണം ഇന്ന് നമ്മുടെ സഭയെ നയിക്കുന്നത് കർത്താവല്ല. ഇന്ന് നമ്മുടെ സഭയെ നയിക്കുന്നത് മാസ്റ്റർ മാമോനാണ്. മാമോൻ ഭരിക്കുന്ന സംഘടനകളായി മാറിയത്. ഹല്ലേലൂയ. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഭാഗത്തെ വിടുകയാണ്. ഇനി ഞാനൊരു പ്രധാന വിഷയം കൂടെ പറയാൻ പോവുക. ഇത് തിരുമേശയുമായിട്ടുള്ള ബന്ധം. തിരുമേശയുടെ വിഷയം 12 മണിക്കൂർ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. 12 മണിക്കൂറത്തെ ടീച്ചിങ്സാണ്. തിരുമേശ നമ്മുടെ ആളുകൾ ചിലരതിന് ഹയർ വാല്യൂ കൊടുക്കുന്നു കാര്യം അറിയാതെ. വേറെ ചിലർ ഇതൊരു ഭയവസ്തുവായിട്ട് കാണുന്നുണ്ട്. 10 വർഷത്തിന് മുമ്പ് ദൈവകൃപയുടെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയ കാലത്ത് അന്ന് വിശുദ്ധ ബൈബിളിൽ നിന്ന് കിട്ടിയ ഒരു വെളിപ്പാട്, ചിന്ത, പുതിയതൊന്നുമല്ല, ഒരു പഴയ ഏൻഷ്യൻ്റ് ചിന്ത. ഈ തിരുമേശ നമ്മുടെ ഭവനങ്ങളിൽ, കൂട്ടായ്മകളിൽ നമുക്ക് എടുക്കാൻ പറ്റും. കാരണം എക്ലീഷ്യ എന്ന് പറയുന്നത് 2 തലമാണ്. എക്ലീഷ്യയുടെ ഏറ്റവും വലിയ ചിത്രം എന്ന് പറയുന്നത് വലിയ കോൺഗ്രിഗേഷനാണ്. ഇസ് കൺട്രോൾഡ് ബൈ എൽഡേഴ്സ് ആൻഡ് ബിഷപ്സ്. എൽഡർ എന്ന വാക്കിൻ്റെ ഗ്രീക്കിലെ യഥാർത്ഥ അർത്ഥം ഫാദർ എന്നാണ്. ഫാദർ. അതുകൊണ്ടാണ് നമ്മൾ ഈ കത്തോലിക്ക സഭകളിലൊക്കെ ഫാദർ എന്ന് വിളിക്കുന്നത്. ബിഷപ്പ് എന്ന വാക്കിൻ്റെ അവിടെ അർത്ഥം, യഥാർത്ഥ അർത്ഥം ഗ്രാൻഡ് ഫാദർ എന്നാണ്. അപ്പം സത്യത്തിൽ ചർച്ചിനെ ദൈവം അന്ന് കണ്ടിരുന്നത് ഗ്രാൻഡ് ഫാദറും നിയന്ത്രിക്കുന്ന ദൈവമക്കളുടെ കൂട്ടമാണ്. ഇന്ന് ആ പേരുകളുണ്ട്, എങ്കിലും ആ പേരുകൾ ഉള്ള ആളുകൾക്ക് ആ പിതൃഹൃദയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ ചർച്ച് ഒരു ഫാമിലിയാണ്. ഈസ് എ റോയൽ ഫാമിലി. ഈ റോയൽ ഫാമിലിയിലെ ഓരോ വ്യക്തിയും, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഓരോ വ്യക്തിയും വിലപ്പെട്ട ആളുകളാണ്. 132 കോടി ജനം ഇന്ത്യയിലുണ്ട്. ആ ഇന്ത്യയിലെ 132 കോടി ജനത്തെ ദൈവം ഒരിക്കലും, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ പോലും ആഗ്രഹമില്ല ഇവരെ എല്ലാവരെയും എക്ലീഷ്യയിൽ കൊണ്ടുവരണം. നിങ്ങൾക്ക് വിഷമം തോന്നുന്നറിയാം. വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. എന്തിന്? ഫോർ വാട്ട് പർപ്പസ്? നമ്മൾ ഒരാളെ ചൂസ് ചെയ്യുന്നു. ചോദ്യം, എന്തിന്? ചർച്ച് എന്ന വേർഡ് നമ്മൾ പറയുമ്പോൾ അത് ചൂസൺ പീപ്പിൾ ആണെങ്കിൽ ഒരു ചോദ്യം അവിടെ കിടപ്പുണ്ട്. ഫോർ വാട്ട് പർപ്പസ് ദേ ആർ ചൂസൺ? വൈ ഗോഡ് ചൂസ് ദം? ദ പർപ്പസ് ഓഫ് ദെയർ ചോയ്സ് ഹാസ് ടു ബി ഡിഫൈൻഡ്. അപ്പം ഒരാള്, ഇപ്പൊ 10 പേര് ഒരു ചർച്ചിലുണ്ടല്ലോ, ആ 10 പേരും തുല്യമായ അധികാരമുള്ളവരാണ്. കാരണം ഇഫ് ഇറ്റ് ഈസ് എ ഡിനോമിനേഷൻ എപ്പോഴും ഈ ബേസിലേ പോകത്തുള്ളൂ. മുകളിൽ ഒരു വലിയ പാസ്റ്റർ കാണും, അതിൻ്റെ തൊട്ട് താഴെ ഒരു അസിസ്റ്റന്റ് കാണും, അതിൻ്റെ താഴെ അതിനൊക്കെ ചെറുത് കാണും. ഇങ്ങനെ ഒരു പിരമിഡ് എപ്പോഴും ഗോഡ്സ് ഹാർട്ട് അല്ല. ബിക്കോസ് ഇൻ ദ ട്രിനിറ്റി ദർ ഇസ് നോ ഹയറാർക്കി. തൃത്വത്തിനകത്ത് ഹയറാർക്കി ഇല്ല. തൃത്വത്തിൽ പിതാവ് വലിയവനും പുത്രൻ തൊട്ട് താഴെ സബോർഡിനേറ്റും ഹോളി ഗോസ്റ്റ് അതിൻ്റെ സബോർഡിനേറ്റും അല്ല. There is no hierarchy in Trinity. That's why there is no hierarchy in the church too. അതുകൊണ്ടാണ് പൗലോസിന് ആ വെളിപ്പാട് ദൈവം കൊടുത്തത്. പൗലോസിന് കൊടുത്ത വെളിപ്പാട് ചർച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നാണ്. നമ്മുടെ ശരീരത്തിൽ ഒറ്റ ആൻസർ, ഇതിന് വേറെ എക്സ്പ്ലനേഷൻ അല്ല, ഒരേ ഒരു ചോദ്യം. നമ്മുടെ ശരീരത്തിൽ പ്രാധാന്യം കൂടുതലുള്ള അവയവവും പ്രാധാന്യമില്ലാത്ത അവയവം ഉണ്ടോ? നമുക്ക് വേണ്ടാത്തൊരവയവമുണ്ടോ? എല്ലാ അവയവങ്ങൾക്കും
അതിൻ്റെ ഫങ്ഷനിൽ ഒരു പ്രാധാന്യമുണ്ട്, ഒഴിവാക്കാൻ പറ്റില്ല. എൻ്റെ ചെറുവിരലിൻ്റെ തുമ്പിലെ ഈ നഖത്തിന് പോലും ഈ ശരീരത്തിൽ ഒരു പേർപ്പസ് ഉണ്ട്. അതുപോലെ ക്രിസ്തുവിൻ്റെ എക്ലീഷ്യക്കകത്ത് മുകളിൽ നിൽക്കുന്ന ബിഷപ്പ് മുതൽ ഇങ്ങ് താഴെ നിൽക്കുന്ന ഏറ്റവും ചെറിയ ബേബിക്ക് വരെ, കുഞ്ഞിന് വരെ ആ എക്ലീഷ്യയിൽ ഒരു ഫങ്ഷൻ ഉണ്ട്. ഹയറാർക്കി ചർച്ചിലില്ല, ഇത് നിങ്ങൾ മറക്കരുത്. ടോപ്പിൽ ഒരാൾ, പിന്നെ താഴെ അസിസ്റ്റൻസ്, പിന്നെ അതിൻ്റെ താഴെ അസിസ്റ്റൻസ്. ദർ ഇസ് നോ സച്ച് തിങ് ഇൻ ദ ചർച്ച്. ചർച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ബോഡി ഓഫ് ക്രൈസ്റ്റിൽ ഒരു അവയവത്തിനും വേറൊരു അവയവത്തെക്കാൾ അമിത പ്രാധാന്യമില്ല. അമിത പ്രാധാന്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദർ ഇസ് നോ പിരമിഡ് ഷേപ്പ് ഇൻ ക്രിസ്ത്യാനിറ്റി. മറിച്ച് there is a circle in Christianity because our Trinity is a circle. പരിശുദ്ധ തൃത്വം ഒരു സർക്കിളാണ്. പരിശുദ്ധ തൃത്വം ഒരു സർക്കിളാണ്. അതിനകത്ത് വലിയ പിതാവ്, ചെറിയ പുത്രൻ, പരിശുദ്ധാത്മാവെന്നില്ല. എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണ്. പിന്നെ എന്തിനാ ബിഷപ്പ് എന്ന് ചോദിക്കും. എന്തിനാണ് അപ്പോസ്തലൻ, എന്തിനാണ് ബിഷപ്പ്, എന്തിനാണ് പാസ്റ്റർ? ഒറ്റ കാര്യം, ഓരോ ആളുകളെയും ക്രിസ്തു എന്ന തലയോളം വളർത്താൻ വേണ്ടിയാണ്. യേശു ക്രിസ്തു എന്ന തലയോളം വളർത്താനാണ് ദൈവം അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും സുവിശേഷകന്മാരെയും ഇടയന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും സഭയിലാക്കിയിരിക്കുന്നത്. അതായത് ഒരു ചേർച്ചിൽ വരുന്ന ഒരു ലീസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന ആ ആളിനെ ക്രൈസ്റ്റിന്റെ തോളൊപ്പം തലയുടെ അടുക്കൽ വരെ വളർത്തണം. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് തുല്യനായിട്ട് വളർത്തണം. ഈ നിലയിലാണ് ക്രിസ്തീയ സഭ ഫംഗ്ഷനാണ്. പക്ഷെ ഇന്ന് ചേർച്ച് എന്ന് പറയുന്നത് അങ്ങനല്ല. ചേർച്ച് എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ചേർച്ച് സ്റ്റേജ് ഷോ കാണാൻ വന്നിരിക്കുന്ന ജനങ്ങൾ, പ്രേക്ഷക സംഗമം. ദാറ്റ് ഈസ് നോട്ട് ചേർച്ച്. നമ്മുടെ തല മുതൽ പാദം വരെ ഒരുമിച്ച് ഫംഗ്ഷൻ ആയാലേ ആ ശരീരം ഫംഗ്ഷൻ ആവുമെന്ന് നടത്തുള്ളൂ. എൻ്റെ നെർവ് സിസ്റ്റം, എൻ്റെ ബ്ലഡ്, എൻ്റെ ഹാർട്ട്, എൻ്റെ കിഡ്നി, എൻ്റെ അകത്തുള്ള ഇന്നർ ഓർഗൻസ്, എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ, അതിൻ്റെ ഫംഗ്ഷൻ ഫുൾ ഫംഗ്ഷൻ ആകുമ്പോഴേ ആ ബോഡി ഒരു ഹെൽത്തി ബോഡി ആകത്തുള്ളൂ. അപ്പോൾ ചേർച്ച് എന്ന് പറയുന്നത് ഒരുമിക്കുന്ന ഒരു ശരീരമാണ്. അതിനകത്ത് ഹയറാർക്കി ഇല്ല. ഞാനൊരു ചേർച്ചിൻ്റെ എൽഡറാണ്. ഞാൻ ആ ചർച്ചിൻ്റെ എൽഡർ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൽഡറാണ്. എൽഡർ എന്ന് പറഞ്ഞാൽ മുതിർന്നവൻ എന്നർത്ഥമാണ്. മുതിർന്നവൻ എന്ന് പറഞ്ഞാൽ ഒരു അപ്പൻ്റെ ഹൃദയത്തോടെ ബാക്കിയുള്ളവരെ ക്രിസ്തുവിൻ്റെ സത്യത്തിൽ നടത്തുക എന്ന ലക്ഷ്യമുള്ളൂ. ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന ഒരാളിനേക്കാൾ ഞാൻ വലിയ ആളല്ല. ഞാൻ വാസ്തവത്തിൽ അവിടെ വരുന്ന 150 പേരുടെ ഇടയിൽ ഏറ്റവും താഴ്ന്ന ആളാണ്. ഐ ആം ദ ലീസ്റ്റ് പേഴ്സൺ. ഞാൻ ലീസ്റ്റ് ആയാലേ പറ്റൂ. If I am on the top, I cannot serve anybody. I cannot serve it. If I want to serve anybody, I need to come to the feet. കൗഷഡിൽ നിന്ന് ഡിസൈപ്പിൾസിന്റെ ഫീറ്റിലെത്തിയ ആളാണ് നമ്മുടെ കർത്താവ്. ആരംഭിച്ചത് കൗഷഡിലാണ്, അവസാനിച്ചത് ശിഷ്യവൃന്ദത്തിന്റെ പാദപീഠത്തിലാണ്. ഞാൻ നിങ്ങളുടെ പാദം എത്തിയെങ്കിലേ എനിക്ക് നിങ്ങളെ സെർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. If I want to lift you up, എനിക്ക് നിങ്ങളെ ഉയർത്തണമെങ്കിൽ ഞാൻ നിങ്ങളുടെ പാദത്തിലെത്തണം. എൻ്റെ ചേർച്ചിലെ ഏറ്റവും ചെറിയവൻ്റെ പാദ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ആളിനെ ഉയർത്താൻ പറ്റില്ല. I cannot lift that person. ഇവിടെ മിടുക്കന്മാരില്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. ഒരു മിടുക്കനുമില്ല. 2, ചേർച്ച് ഒരിക്കലും പുൾപിറ്റ് കൊണ്ട് ചർച്ചിനെ ഹൈഡ് ചെയ്യരുത്. അതായത് മിനിസ്ട്രിയെ പുൾപിറ്റിന്റെ ബാക്കിൽ ഒതുക്കരുത്. പുൾപിറ്റിന്റെ ബാക്കിൽ ചേർച്ചിനെ ഒതുക്കരുത്. പുൾപിറ്റിനെ പൊട്ടിക്കണം, പുൾപിറ്റിനെ പൊളിക്കണം. എന്ന് പറഞ്ഞാൽ
നമ്മുടെ സ്റ്റേജിൽ വരുന്ന ദൈവ സാന്നിധ്യം ആ കോൺഗ്രിഗേഷന്റെ ഏറ്റവും പുറകിൽ വരെ എത്തണം. അല്ലാതെ സ്റ്റേജ് ഷോ നടത്തുന്ന ഒരു മാന്ത്രികന്റെ വൈഭവമല്ല സഭാ ഹാളിനകത്ത് വെളിപ്പെടേണ്ടത്. ഐ വാണ്ട് ടു കം ബാക്ക് ടു ദ ലീസ്റ്റ്. പൗലോസ് അതാ പറഞ്ഞത്, നിങ്ങൾ എല്ലാവരെക്കാൾ ഞാൻ ചെറിയവനാണ്. ഐ എം ലീസ്റ്റ് among the saints. That is a true Christianity. ആ ചർച്ചിനെ ഞാൻ നോക്കാം. ആ ചർച്ച് അതിൻ്റെ ഏറ്റവും, ലിസൺ ടു മീ, അതിൻ്റെ വലിയ ഫോം എന്ന് പറയുന്നത് എക്ലീഷ്യ ആണെങ്കിൽ അതിൻ്റെ ചെറിയ ഫോം കവൻഡസ് ആണ്. ഈ കവൻഡസ് ഞാൻ പറഞ്ഞത്, ഈ എക്ലീഷ്യ എന്ന വേർഡ് റോമിലെ ഗ്രീക്ക് യവന സംസാരത്തിൽ അത് റോമാക്കാർ, അത് നമ്മുടെ കർത്താവ് എടുത്തു. റോമിലെ മൈക്രോഫോം, ഇത് ശ്രദ്ധിക്കണം, മൈക്രോഫോം ഓഫ് ദ ചർച്ച്, മൈക്രോഫോം ഓഫ് ദ ചർച്ച്, അതാണ് കവൻഡസ്. കവൻഡസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നോട്ട് ചെയ്യണം. കവൻഡസ്, കവൻഡസ് എന്ന് പറഞ്ഞാൽ ചേർച്ചിന്റെ മൈക്രോഫോമോ. അതിൽ 2 or 3 പേര് മതി. 2 or 3 പേർ, അതായത് ഈ എക്ലീഷ്യയിലെ 3 വ്യക്തികൾ എവിടെയെങ്കിലും ഒരുമിച്ചാൽ അത് ഒരു വലിയ കോൺഗ്രിഗേഷന്റെ അത്ര എഫക്റ്റോടെ ദൈവിക പദ്ധതികളെ നടപ്പാക്കാൻ അധികാരമുള്ളവരാണ്. അഡ്ഹോ കമ്മിറ്റി എന്നൊക്കെ പറയാം. എന്ന് പറഞ്ഞാൽ കവൻഡസ് മീൻസ് 3 വ്യക്തികൾ മതി, മിനിമം 3 വ്യക്തികൾ, മിനിമം 2 മതി. അതുകൊണ്ടാണ് ക്രൈസ്റ്റ് പറഞ്ഞേ, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഞാനുണ്ട്. 2 പേരുണ്ടോ അവിടെ കവൻഡസായി. നിങ്ങൾക്കറിയാമോ, 1000 പേരുടെ എക്ലീഷ്യയേക്കാൾ എപ്പോഴും പവർഫുൾ 2 പേര് ഒരുമിക്കുന്ന കവൻഡസാണ്. യെരുശലേമിലെ 5000 പേരുടെ സഭ ചെയ്യാത്തത് 2 അപ്പോസ്തലന്മാരുടെ കവൻഡസ് സുന്ദരമെന്ന ഗോപുരവാദികൾ. കവൻഡസ് is a very important term. 2 പേർ. അപ്പൊ ഓരോ വീടുകൾ ക്രിസ്തുവിന്റെ എക്ലീഷ്യയുടെ കവൻഡസുകളാണ്. എൻ്റെ വീട് എക്ലീഷ്യ അല്ല, അത് കവൻഡസ് ആണ്. ആ കവൻഡസിൽ 2 പേർ കൂടുമ്പോൾ അതിന്റെ നടുവിൽ കർത്താവുണ്ട്. 3 പേർ ഒരുമിക്കുമ്പോൾ ക്രിസ്തു അതിന്റെ നടുവിൽ വന്നിരിക്കും. അവിടെ ആ മിനിറ്റിൽ അവരെടുക്കുന്ന തീരുമാനം അത് സൊസൈറ്റിയെ സ്പർശിക്കുന്ന തീരുമാനമാണ്. അങ്ങനെ ഒരു കവൻഡസിന്റെ നടുവിൽ തിരുമേശ എടുക്കാൻ പറ്റുമോ? 10 വർഷത്തിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞപ്പോൾ പേപ്പട്ടിയെ ഓടിക്കുന്ന പോലെയാണ് ഇവിടുത്തെ നമ്മുടെ പെന്തിക്കോസിലെ സഹോദരന്മാർ ഞങ്ങളോട് പെരുമാറിയത്. ദുരുപദേശകരെന്ന് മുദ്ര കുത്തി. അന്തിക്രിസ്തു, എനിക്ക് ഒത്തിരി പേരുണ്ട്. അന്തിക്രിസ്തു, എതിർ ക്രിസ്തു, ആന്റിക്രൈസ്റ്റിന്റെ ബ്രദർ, പിന്നെ കള്ളപ്രവാചകൻ, ദുരുപദേശകൻ, ഇങ്ങനെയുള്ള ഒത്തിരി ഡിഗ്രി എനിക്കുണ്ട്. നിതാന്ത്യ വന്യ ദിവ്യശ്രീ എന്നൊന്നും എന്നെ വിളിച്ചാൽ പറ്റില്ല, ഭയങ്കരമായിട്ട് വിളിക്കണം. ഇവരെല്ലാം കൂടെ എനിക്കിട്ടേക്കുന്ന പേരാ. ബട്ട് ഐ നോ ഹു ഐ എം. കാരണം എനിക്കറിയാം ഞാൻ ആരാണ്. അതുകൊണ്ട് ഇവരുടെ വാക്കുകൾക്ക് ഞാൻ വില കൊടുക്കാറില്ല. വീടുകൾക്കകത്ത് തിരുമേശ എടുക്കാൻ പറ്റുമോ? 100 വർഷം കഴിഞ്ഞപ്പോൾ സഭയുടെ സ്ഥിതി മാറി, മനസ്സിലാക്കണം. കാരണം ആദ്യമേ അപ്പോസ്തലന്മാരും ആ കൺട്രോൾ അങ്ങോട്ട് മാറി. പിന്നെ ഇത് അൺകൺട്രോൾ ആയപ്പോൾ സഭാപിതാക്കന്മാർ, അപ്പോസ്തോലിക പിതാക്കന്മാർ ഇതിന് നിബന്ധനകൾ കൊണ്ടുവന്നു. നിബന്ധന കൊണ്ടുവന്നിട്ട് ഇത് സഭ അധികാരപ്പെടുത്തിയ ആളുകളെ ചെയ്യാൻ പാടുള്ളൂ എന്ന നിലയിലേക്ക് വന്നു. ഇത് സംഭവം വന്നത് ആദിമ സഭ അതിൻ്റെ ഫുൾനെസ്സിൽ ഒരിക്കലും ഈ ഡോക്ടറിനില്ലായിരുന്നു. ഇതിൻ്റെ പവർ കുറഞ്ഞപ്പോൾ, ഇതിന് കളങ്കം വന്നു തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഇത് സ്കാറ്ററായപ്പോൾ, ഇതിനകത്ത് അധികാരമോഹികളും ദുരുപദേശകന്മാരും പണമോഹികളും താന്തോന്നികളും നേതൃത്വത്തിലേക്കും അല്ലാതെയും ഒക്കെ നുഴഞ്ഞു കയറിയപ്പോൾ പിന്നെ അന്നത്തെ സഭാപിതാക്കന്മാർക്ക് നിയന്ത്രണങ്ങൾ ഇടേണ്ടി വന്നു, ഡിസിപ്ലിൻ ഇടേണ്ടി വന്നു. പക്ഷെ അങ്ങനല്ല. കവൻഡസ് എന്ന് പറയുന്നത്
ഞാൻ പറഞ്ഞല്ലോ, ഈ ഈസ്റ്ററിനും ക്രിസ്മസിനും പോയി കള്ളു അടിച്ച് ചീത്തയും വിളിച്ച് ബാക്കിയുള്ളവരെ തെറിയും പറഞ്ഞ് ദൈവമായിട്ട് പ്രാർത്ഥിക്കാതെ വായി നോക്കി നടക്കുന്ന ക്രിസ്ത്യാനിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. യേശുക്രിസ്തുവിന്റെ ജീവൻ അകത്ത് വെച്ച് പാപത്തെ തോൽപ്പിച്ച് പാപവുമായി ബന്ധമില്ലാതെ വിശുദ്ധിയോടെ ജീവിച്ച് സത്യമാർഗത്തിൽ പോയി ക്രിസ്തുവിന്റെ സാക്ഷിയായി കുരിശെടുത്തവനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെ 2 പേർ ഒരുമിച്ച് കൂടിയാൽ, 3 പേർ ഒരുമിച്ച് കൂടിയാൽ അവിടെ നിശ്ചയമായിട്ടും തിരുമേശ യേശുക്രിസ്തുവിന്റെ മഹിമയ്ക്കായി നുറുക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീടുകളാണ് നമ്മുടെ ഓരോ കുടുംബങ്ങൾ കവൻറ്റസുകളാണ്. ഓരോ കുടുംബങ്ങൾ, 500 കുടുംബങ്ങളുള്ള എക്ലീഷ്യായിൽ നിന്ന് സ്കാറ്ററായിരിക്കുന്ന 500 ഭവനങ്ങൾ, ദേശത്തിന്റെ 4 ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന 500 വീടുകൾ. നിങ്ങൾ ഓരോ വീടും ദൈവത്തിന്റെ കവൻറ്റസാണ്. നിങ്ങൾ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിയപ്പെടും. പിന്നെ ഇത് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളെ എതിർത്തു, നമ്മളെ ചീത്ത വിളിച്ചു, നമ്മൾ കൊള്ളക്കാരാന്ന് പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇന്നും അതങ്ങനെ തന്നെ കിടപ്പുണ്ട്. പക്ഷേ താങ്ക് ഗോഡ്, കഴിഞ്ഞ ദിവസം നമ്മുടെ എനിക്ക് പെന്തിക്കോസിൽ ഇഷ്ടമുള്ള 2 ദൈവാസന്മാരുണ്ട്. അതിൽ ഒരാൾ പാസ്റ്റർ KC ജോണാണ്. പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. സോറി, ആ മനുഷ്യനെ ഇഷ്ടമാണ്. 2ാമത്തെ ആള് ബാബു ചെറിയാനാണ്. ഈ കൂട്ടത്തിൻ്റെ ഇടയിൽ കണ്ണിന് വെളിച്ചമുള്ള 2 ദൈവാസന്മാരാണ്. ബാബു ചെറിയാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു, വീടുകളിൽ അപ്പം നുറുക്കുക, നിങ്ങളുടെ ഭവനങ്ങളിൽ അതിന് വളർച്ച പ്രാപിക്കണോ? കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, കവൻറ്റസ് എന്ന് പറഞ്ഞാൽ, ആ എക്ലീഷ്യ എന്ന് പറഞ്ഞാൽ അതിലെ ഓരോ മെമ്പേഴ്സിനും തുല്യ പ്രാധാന്യമാണ്. ആ സഭയുടെ പാസ്റ്ററിൻ്റെ അത്രയും വാല്യൂ ഉണ്ട് ആ എക്ലീഷ്യക്കകത്ത് ലാസ്റ്റിൽ പേര് ചേർക്കപ്പെട്ട ആളും. സെയിം വാല്യൂ ആണ്. പക്ഷെ പ്രശ്നം എന്ന് അറിയാമോ, ഞങ്ങളെ കൊച്ചായിരുന്ന സമയത്ത് തിരുമേശ വർഷത്തിൽ 2-3 പ്രാവശ്യമേ ഉള്ളൂ. അത് 21 ദിവസം ഉപവസിച്ചിട്ട് കർത്തൃമേശ എടുക്കത്തുള്ളൂ. അതെന്താന്ന് ചോദിച്ചാൽ വിശുദ്ധി, ഭയങ്കര വിശുദ്ധിയുടെ ഏതൊക്കെ പറയും, വിശുദ്ധിയുടെ സത്യങ്ങൾ വിശുദ്ധിയാന്നൊക്കെ പറയും. പക്ഷെ ഞാൻ കണ്ടൊരു കാര്യം, ഞാൻ ഉൾപ്പെട്ട് നിന്ന സഭയുടെ ഒരു ഉദാഹരണം പറയാം. അന്ന് അവിടെ തിരുമേശ നടത്തുമ്പോൾ പാസ്റ്റർ പറയും, ഇങ്ങനെ അതാണ്, അങ്ങനെ ചെയ്യരുത്, ഇതൊക്കെ ചെയ്യരുത്, പാപം ചെയ്തവർ ചത്തുപോകും, കമോൺ, അത് തിന്നുന്ന ആൾ നിങ്ങൾ മരിക്കും, യു ഡായ്, അനേകർ നന്ദിരകൊള്ളുന്നു. ആ വാക്കുകളെല്ലാം തെറ്റിദ്ധരിക്കുക. ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും ഞാൻ ഇനി ഇപ്പോൾ പരസ്യമായിട്ടൊന്നും പറഞ്ഞില്ല, കാരണം മുഴുവൻ തെറ്റായിട്ടാണ് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ അത് തിന്നുന്നവൻ ചത്തുപോയിട്ടുണ്ട്, അങ്ങനെ അവിടെ കണ്ട ഒരാൾ ചത്തു, കോഴിക്കോട് വേറൊരാൾ ചത്തു, ചരിത്രമൊക്കെ പറയും. ഞാൻ കണ്ടൊരു കാര്യം, അന്ന് കർത്തൃമേശ നടത്തുമ്പോൾ ഞാൻ തിരുമേശയ്ക്ക് അന്നും വാല്യൂ കൊടുത്തിട്ടുണ്ട്, ഇന്നും വാല്യൂ കൊടുക്കുന്നുണ്ട്. അന്നൊന്നും ഞാൻ ഒത്തിരി എടുക്കത്തില്ല, കാരണം ഭയമാണ്. ഞാൻ സത്യത്തിൽ യേശുവിൻ്റെ അപ്പം മുറിച്ചെടുക്കത്തില്ല, ഞാൻ നുള്ളി എടുക്കത്തുള്ളൂ. ഈ പിച്ചിങ് എടുക്കും, കാരണം ഒത്തിരി തിന്നാൽ വലിയ കോപം വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം എന്നെ കുറച്ച് അടിച്ചാൽ മതിയെന്ന് വെച്ചുകൊണ്ട് ഞാനിങ്ങനെ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കാലമാണ്. ഇപ്പം നുള്ളി എടുക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല ഒരു അപ്പം അങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ അതിൻ്റെ പകുതി ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ചായ കൂടെ കുടിച്ചാൽ പുള്ളിക്ക് ബ്രേക്ക്ഫാസ്റ്റായി. അത്ര പുള്ളിയും അങ്ങേര് ബീഡി വലിക്കും, സിഗരറ്റ് വലിക്കും, ഇല്ലാത്ത എല്ലാ സ്വഭാവം കറക്കും. പക്ഷെ എടുക്കുന്ന അപ്പം ഇത്രയുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കി, ഇത് തിന്നാൽ ചത്തു പോകുന്നതാണ് പാസ്റ്റർ പറഞ്ഞത്. പക്ഷെ ഇങ്ങേര് ഏറ്റവും കൂടുതൽ ശക്തിയോടെ നിൽക്കുന്ന ഇങ്ങേരാണ്. അപ്പം ഇതിനകത്ത് ഭയവും ഒരു മോണോപോളി ഇതിനകത്തുണ്ട്. പാസ്റ്റർ വാഴ്ത്തിയാലേ അത് വാഴ്ത്തു. അപ്പൊ പാസ്റ്ററിന്റെ മോണോപോളി കോവിഡോടെ പൊളിയുകയാണ്. നിങ്ങളുടെ ഒരു ആവശ്യം ഇല്ലെന്ന് സഭയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതായത് ഞാൻ പറഞ്ഞു, ഇതിനകത്തെല്ലാം ഡിസിപ്ലിൻ ഉണ്ട്. ഇപ്പം നിങ്ങൾക്കിത് കളിയാക്കാൻ പറ്റുക എന്ത്, ഞാൻ പറയാം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരം, ഇപ്പം എൻ്റെ കയ്യിൽ തിരുവോസ്തി ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞേനെ, അതിനെ അപ്പമാണെന്നും ഓർമ്മയാണെന്നും ശരീരത്തിൻ്റെ അടയാളമാണെന്നും അല്ല ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ കണ്ട ഈസ്റ്റേൺ തിയോളജിക്കൽ വ്യൂവിൽ ഒരപ്പത്തെ എടുത്ത് മാംസമാക്കാൻ പ്രാർത്ഥിക്കണ്ട. ഗോതമ്പിൻ്റെ ആ അപ്പത്തെ നുറുക്കിനെ എടുത്തിട്ട് ദിസ് ഈസ്
മൈ ബോഡി എന്നാണ് യേശു പറഞ്ഞത്. ഇത് എൻ്റെ ശരീരമാകുന്നു. ഇത് ശരീരമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട, ഇതാണ് പ്രശ്നം. ഇനി നമ്മൾ അറിയേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മൾ വിചാരം ഇത് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന്. നമ്മളിതിനെ നോക്കി വെച്ച് പ്രാർത്ഥിക്കണോ? നമ്മളിതിനെ വാഴ്ത്താറുണ്ടല്ലേ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇതെന്താ ഈ വാഴ്ത്തുക എന്ന് പറഞ്ഞു? ഇതിനെ വാഴ്ത്തി നുറുക്കി ഞങ്ങൾക്ക് തരണേ. ബൈ ബ്ലസ്സിംഗ്. അവനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പം എടുത്ത് സ്തോത്രം ചെയ്തു. നിങ്ങൾക്കറിയാമോ എന്തോന്നറിയാം അവർ പറയുന്നത്? ഇങ്ങനെയാണ് പറയുന്നത്, ആ വാഴ്ത്തുക എന്ന്. ഞാൻ അതിന്റെ ഹീബ്രുവിന്റെ ഇംഗ്ലീഷ് ആയത്. ബ്ലെസ്ഡ് ആർ യു ലോർഡ് അവർ ഗോഡ്. ഇത് കേൾക്കണം. ബ്ലെസ്ഡ് ആർ യു ലോർഡ് അവർ ഗോഡ്, കിങ് ഓഫ് ദ യൂണിവേഴ്സ്, ഹു ക്രിയേറ്റ്സ് ദീസ് ബ്രെഡ് ഫ്രം ദ എർത്ത്. ഇത്ര പറയും. പിതാവേ, ഈ അപ്പത്തെ നിന്റെ ശരീരമാക്കി മാറ്റണമേ എന്നൊന്നുമില്ല. അവർ പറയുന്നത്, ഭൂമിയിൽ നിന്ന് ഈ അപ്പത്തെ ഞങ്ങൾക്ക് സൃഷ്ടിച്ച് നൽകിയ ഈ പ്രപഞ്ചത്തിന്റെ രാജാവായ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവൻ. ശ്രദ്ധിക്കണേ, ഇതാണ് ബ്ലെസ്സിങ്. അതായത് ഇനി അടുത്ത കാര്യം പറയാം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ജൂ, ഞാൻ പറഞ്ഞല്ലോ, ഐ എം ഫോളോയിങ് ദ ഏൻഷ്യന്റ് എബ്രായിക് റൂട്ട്. ജൂ വിൽ നെവർ ബ്ലസ് എനി മെറ്റീരിയൽ. ഇത് വേണമെങ്കിൽ നിങ്ങൾ എബ്രായിക് റൂട്ട് പഠിച്ചോളാം. ജൂ ഒരിക്കലും ഒരു മെറ്റീരിയലിനെ ബ്ലസ് ചെയ്യത്തില്ല. മറിച്ച് ജൂ വിൽ ബ്ലസ് ദ ലോർഡ് who creates that material. അപ്പൊ നിങ്ങളൊരു എണ്ണ കൊണ്ടുവന്ന് യഹൂദിന്റെ കൊടുത്താൽ എണ്ണയെ ബ്ലസ് ചെയ്യത്തില്ല. മറിച്ച് ആ എണ്ണയെ ഭൂമിയിൽ സൃഷ്ടിച്ച് നൽകിയ ദൈവത്തെ മാത്രമേ ബ്ലസ് ചെയ്യത്തുള്ളൂ. ഈ സബ്സ്റ്റൻസിനെ ബ്ലസ് ചെയ്യുക എന്നത്, മാറ്ററിനെ ബ്ലസ് ചെയ്യുക എന്നത് എബ്രായിക്ക് പശ്ചാത്തലമല്ല. അപ്പോൾ പരിശുദ്ധ കാസായും പിലാസായും ഒക്കെ എടുത്ത് കൈയെടുത്ത് ഉയർത്തി, ആക്ച്വലി എ മാൻ ഓഫ് ഗോഡ് ഷുഡ് നോട്ട് ബ്ലസ് ദീസ് മെറ്റീരിയൽസ്. ദേ cannot bless it according to the Hebraic root, but they can bless this, the creator of this bread and the creator of this wine. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? ഈ ബ്ലസ് എന്ന വാക്ക്, ബറാക്ക് എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? ബ്ലസ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? മുട്ടുമടക്കി ചുംബിച്ച് വണങ്ങുക. ബ്ലസ് ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാ. അതായത് Jew will never kneel down before any material things and bless them. Jew will always kneel down before the Almighty God and bless him only. അപ്പൊ നമ്മൾ ഈ തിരുവോസ്തി അല്ലെങ്കിൽ ഈ അപ്പം എടുത്ത് we are not blessing that bread. ഞങ്ങളുടെ തിരുമേശ നടക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയാറുണ്ട്, പ്രപഞ്ച സൃഷ്ടിതാവായ ദൈവമേ, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ഈ വീഞ്ഞിനെ അല്ലെങ്കിൽ ഈ മുന്തിരിയിൽ നിന്ന് മുന്തിരിച്ചാറ് ഉണ്ടാക്കി തന്ന അങ്ങ് വാഴ്ത്തപ്പെട്ടവൻ. അവിടെ ബ്ലെസ്സിങ്സ് ദൈവത്തിനാണ്. ആമേൻ. ഭൂമിയിൽ നിന്ന് അപ്പത്തെ ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തത് ദൈവമേ, നീ വാഴ്ത്തപ്പെട്ടവൻ. അപ്പം എവിടെയാണ് ബറാക്ക് പോകേണ്ടത്? ബറാക്ക് കയ്യിലിരിക്കുന്ന അപ്പത്തിന്റെ മേലും വീഞ്ഞിന്റെ മേലും അല്ല, മറിച്ച് ദൈവത്തിന്. അങ്ങനെയാണെങ്കിൽ പുത്രൻ തമ്പുരാൻ പെസഹ ചെയ്യുമ്പോൾ എന്താ ചെയ്തേ? പെസഹ നടക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? 3 അപ്പമുണ്ട്. 3 അപ്പം. ആ 3 അപ്പത്തിന്റെ ഓരോ അപ്പത്തിന്റെ മുകളിൽ ഓരോ ലിനൻ കോട്ട് ഇടും. അതിന്റെ മേളിൽ അടുത്തപ്പം വെക്കും. അതിന്റെ മേളിൽ വീണ്ടും ഒരു ലിനൻ ക്ലോത്ത് ഇടും. 3-ാമത്തെ അപ്പം ഇടും. ഈ 3 അപ്പം എന്തിനു വെച്ചേക്കുന്ന ഷോസ് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. തൃത്വത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ പാസ് ഓവർ ലാമ്പിനകത്ത് ഈ 3 അപ്പത്തെ വയ്ക്കുന്നത്. ഇതിനകത്ത് 2-ാമത്തെ അപ്പം, അതായത് ആദ്യത്തെ ഏറ്റവും മുകളിലത്തെ അപ്പം എടുത്ത് മാറ്റിയിട്ട് 2-ാമത്തെ അപ്പം ഇവരെടുത്ത് അതിനെ 2ആയിട്ട് മുറിക്കും. ഒരു ചെറിയ പീസും മറ്റത് വലിയ പീസും. ഈ വലിയ പീസിനെ ഈ ശീല കൊണ്ട് ചുറ്റി കൊണ്ട് മാറ്റി വയ്ക്കും. രഹസ്യമായിട്ട് ഒളിച്ചു വെക്കുമെന്ന് പറയും. എന്നിട്ട് ഈ ചെറിയ പീസ് അവർ ഭക്ഷിക്കും. ഈ നടുവിലുള്ള അപ്പം ഇവരെടുക്കാൻ കാരണം
ഇറ്റ് ഷോസ് ദ സഫറിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ അപ്പത്തിന് അവർ പേരുന്ന അഫിക്കോമൻ എന്നാണ്. അഫിക്കോമൻ. ഈ അപ്പത്തെ ഈ ശീലകൾ ചുറ്റിക്കിടന്ന് വീടിനകത്ത് എവിടെയെങ്കിലും കൊണ്ട് ഒളിച്ചു വെക്കും. എന്നിട്ട് വീട്ടിലുള്ള കുഞ്ഞുങ്ങളോട് പറയും, നിങ്ങൾ ആരാണോ ഈ അപ്പത്തെ കണ്ടുപിടിക്കുന്നത്, ആ കണ്ടുപിടിക്കുന്നവർക്ക് പപ്പ ഒരു സമ്മാനം തരുമെന്ന് പറയും. അതിനെ ഫാദേഴ്സ് പ്രോമിസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, പിതാവിൻ്റെ വാക്തത്വം. ആരാണ് ഈ അഫിക്കോമൻ കണ്ടുപിടിക്കുന്ന ആളാണ് ഫാദർ പ്രോമിസ് വാങ്ങിക്കാൻ പോകുന്നത്. അവസാനം കുഞ്ഞുങ്ങളെല്ലാം വീടെല്ലാം തപ്പും. ഒടുവിൽ ഈ ശീലകൾ ചുറ്റിയ ഈ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ഈ അപ്പത്തെ മിറ്റ്സ എന്നാണ് പറയുന്നത്. മിറ്റ്സായെ അവര് എടുത്തോണ്ട് വരും. അതിനെ കണ്ടുപിടിക്കുന്ന ആൾക്ക് അപ്പനൊരു സമ്മാനം കൊടുക്കും. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പിതാവിനോട് ചോദിച്ച് വാക്തത്വത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരും. ഇവിടെ ഈ പറഞ്ഞ പദപ്രയോഗങ്ങളെല്ലാം എബ്രായ റൂട്ടാണെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ കൊണ്ടുവന്ന അഫിക്കോമൻ എടുത്ത് അവർ ഒരുമിച്ച് ഭക്ഷിക്കും. അവർ വാഴ്ത്തുന്ന എങ്ങനെയാണ്? ഈ അപ്പത്തെ എടുത്ത് വാഴ്ത്തുന്ന എങ്ങനെയാണ്? Blessed are you, Lord our God, the creator of the King of the universe, who creates this bread or the fruit from the earth or from wine. They are blessing the God of Almighty. അപ്പോൾ തിരുമേശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് നമ്മൾ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. വി ആർ ബ്ലെസ്സിങ് ഗോഡ് ആൻഡ് വി ആർ ടേക്കിംഗ് ദാറ്റ് ബ്രെഡ് ആസ് the body of Christ. This is not ഇത് യേശു ക്രിസ്തുവിൻ്റെ ഓർമ്മയാണ്, ഇതാണെന്നൊന്നുമല്ല. കയ്യിലിരിക്കുന്ന അപ്പം യേശുവിൻ്റെ ശരീരമാണെന്ന് ഭക്ഷിച്ചാൽ മാത്രമേ അത് തിരുമേശയാവും. ഓർമ്മയ്ക്കായിട്ട് ഭക്ഷിച്ചാൽ അത് നിനക്ക് സ്നാക്സാണ്, ഓർമ്മയല്ലത്. എക്സാക്ട്ലി ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, എക്സാക്ട്ലി ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ശരീരം ശരീരമാണെന്നും അത് ആ വൈൻ മിശിഹായുടെ രക്തമാണെന്നും ഓർത്തുകൊണ്ടാണ് അത് ഭക്ഷിക്കുന്നത്. ഞാൻ ഇന്ന് ഏറ്റവും പ്രധാന സത്യങ്ങളിലേക്ക് വരുന്നേ ഉള്ളൂ. ഇത് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കണം. ഒരു അപ്പം കയ്യിലിരിക്കുന്നു, വീഞ്ഞ് കയ്യിലിരിക്കുന്നു, ഓർമ്മയല്ല. അതുകൊണ്ടാണ് ഞാൻ ഈസ്റ്റേൺ തിയോളജി വിശ്വസിക്കുന്നത്. കാരണം ഈസ്റ്റേൺ തിയോളജിയിൽ പറയുന്നത് ഇത് ജീവവൃക്ഷാണെന്ന്. ഏൻഷ്യൻ സഭാപിതാക്കന്മാർ പറഞ്ഞത് ദ ഹോളി കമ്മ്യൂണിയൻ ഈസ് ദ മെഡിസിൻ ഫോർ ഇമോർട്ടാലിറ്റി. അമർത്യതയിലേക്ക് നിന്നെ നയിക്കുന്ന മരുന്നാണ് തിരുമേശ. തിരുമേശ കൃത്യമായിട്ട് അർത്ഥത്തിൽ ഉൾക്കൊണ്ടാൽ ആ വ്യക്തിയിൽ ഒരു രോഗം പോലും വരത്തില്ല. ഞാൻ പറയുന്നത് ഐ ആം ഷുവർ, ഞാൻ ഒരു സിക്നസ് അവനെ തൊടത്തില്ല. ഒരിക്കലും അവൻ അകാലത്തിൽ മരിക്കത്തില്ല. ഒരു കാലത്തും അവൻ ബലഹീനത മാറ്റാനും രോഗത്തെ മാറ്റാനും അകാല മരണത്തെ മാറ്റാനും കഴിവുള്ള ഒരു ഗ്ലോറിയസ് ഫുഡാണ് നമ്മുടെ കർത്താവായ യേശു നമുക്ക് നൽകിയ തിരുമേശ. എക്സാക്ട്ലി ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആൻഡ് എക്സാക്ട്ലി ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് കുടിക്കുമ്പോൾ നിങ്ങൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ രക്തമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുടിക്കണം. ദ ഫ്രൂട്ട് ദാറ്റ് ആദം കുഡ് നോട്ട് ടേസ്റ്റ്, ദാറ്റ്സ് ട്രൂ ബ്രദർ. ആദം ഏദനിൽ കഴിക്കാത്ത, ഏദനിൽ രുചിക്കാത്ത അപ്പം, ആ ഫലം നിന്റെ വായിലോട്ട് തരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞിൻ്റെ വായിലോട്ട് കൊടുക്കുന്നത്. അത് മാമോദിസ കഴിയുമ്പോൾ കൊടുക്കുക. ഒക്കെ വലിയ, ഞാൻ പറഞ്ഞല്ലോ, വലിയ മീനിങ് ഫുള്ളാണ്. ഐ ലവ് ഇറ്റ്, ഐ റിയലി ലവ് ഇറ്റ്. ആദം ടേസ്റ്റ് ചെയ്യാത്തതാ നമ്മുടെ കയ്യിലോട്ട് തരുന്നത്. എന്ത് മനോഹരമാണെന്ന് നോക്കി. മരണം ഓടിപ്പോവും, മരണം വഴിമാറിപ്പോവും. തിരുമേശയുടെ മഹത്വം സഭ സ്വീകരിക്കണം, വീടുകളെടുക്കണം. വികിൾസ് വർത്തുന്ന ദേവദാസൻ പറയും എവ്രി ഡേ അദ്ദേഹം തിരുമേശ എടുക്കുമായിരുന്നു. എവ്രി ഡേ വാക്കിംഗ് വിത്ത് ഗോഡ്. 26 മരിച്ച ശവങ്ങളെ എഴുന്നേൽപ്പിച്ച മനുഷ്യനാണ്.
86 വയസ്സ് വരെ താൻ പറയുന്നുണ്ട് ഒരു രോഗവും തൻ്റെ ശരീരത്തിൽ വന്നിട്ടില്ല. മറുപടി, he was taking holy communion every day. ഒരു കാര്യം ഇന്ന് രാത്രി നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞു നിർത്തുക. ദ ബ്രെഡ് ആൻഡ് ദ വൈൻ, ശരീരവും രക്തവും നിങ്ങളുടെ രണ്ട് കരങ്ങളിൽ സെപ്പറേറ്റ് ആണ്. ശരീരവും രക്തവും സെപ്പറേറ്റ് ആയിട്ടിരുന്നാൽ അർത്ഥം മരണമെന്നാണ്. ഒരു ശരീരത്തിൽ നിന്ന് രക്തം വേർപെട്ട് കിടന്നാൽ, ശരീരം മാറിക്കിടന്നാൽ, ശരീരത്തിൽ നിന്ന് രക്തം മാറിക്കിടന്നാൽ മരണമെന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ തിരുമേശ കയ്യിലെടുത്ത് നിങ്ങളിത് എടുക്കുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു പറഞ്ഞാൽ, when you are taking the bread and the wine, you are declaring that Jesus died, because the separation of this body and blood is the sign of his death. നിങ്ങൾ എടുത്ത് ഉയർത്തിപ്പിടിക്കുമ്പോൾ ലോകത്തോട് പറഞ്ഞു ജീസസ് ഡൈഡ്, ജീസസ് ഡൈഡ് എന്ന് നീ ലോകത്തോട് ഡിക്ലെയർ ചെയ്യും. എന്നിട്ട് നീ സ്തോത്രത്തോടെ ഇത് ഭക്ഷിക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ ഇത് വീണ്ടും ഒന്നാകും. ശരീരവും രക്തവും വേർപിരിഞ്ഞിരുന്നാൽ അത് മരണമാണെങ്കിൽ, ശരീരവും രക്തവും ഒന്നായാൽ അത് ജീവനാണ്. തിരുമേശ കയ്യിലെടുത്ത് ഉയർത്തിപ്പിടിക്കുന്ന നീ ലോകത്തോട് പറയുന്നു ജീസസ് ഡൈഡ് എന്ന് പറഞ്ഞ് ഇത് ഭക്ഷിക്കുന്ന നീ ലോകത്തോടെ വിളിച്ചു പറഞ്ഞു ഹി ലീവ്സ് ഇൻ മീ. ദാറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ദ ഹോളി കമ്മ്യൂണിയൻ. കരങ്ങളിൽ ഇരിക്കുമ്പോൾ അത് മരണമാണ്, നിന്റെ നാവിലെത്തുമ്പോൾ അത് ജീവനാണ്. അതായത് കുരിശിൽ പിരിഞ്ഞുപോയ ജീവൻ വീണ്ടും ഭൂമിയിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് അത് പ്രവേശിക്കുമ്പോൾ ഹോളി കമ്മ്യൂണിയന്റെ മഹിമ അതാണ്. താങ്ക് യു ഹോളി ഗോഡ്. നിങ്ങളത് കഴിക്കുമ്പോൾ ഓർത്തോണം, ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഇഫ് യു ആർ ടേക്കിംഗ് ഹോളി കമ്മ്യൂണിയൻ, ഇത് മനസ്സിൽ വെച്ചോക്കണം. നിങ്ങളുടെ കരങ്ങളിൽ അത് മരണമാണ്, നിങ്ങളുടെ നാവിൽ അത് ജീവനാണ്. കൈകളിൽ മരണവും നാവിൽ ജീവനും. ദാറ്റ് ഈസ് ഹോളി കമ്മ്യൂണിയൻ. ദാറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ദ ഹോളി ഗോഡ്. പുറത്തു മരണം, ഉള്ളിൽ ജീവൻ. ദാറ്റ്സ് ട്രൂ. അതാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തിരുമേശയുടെ മഹത്വം. നിങ്ങളുടെ വീടുകൾ നിങ്ങൾ എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇഫ് യു ആർ എ കവൻഡസ്, if you are bold that you are called by God and chosen by God, you must take it. Thank you Lord Jesus. എത്ര മനോഹരമാണ് നോക്കിയേ. ഞാൻ ഹോളി കമ്മ്യൂണിയൻ്റെ അടുത്ത ചിന്തകൾ നമ്മൾ നാളത്തെ ലൈവിൽ ഞാൻ പറയാം. നിങ്ങളുടെ വീടുകൾ നിങ്ങൾ എടുക്കണം. ഞാൻ പറയാറുണ്ട്, കുടുംബം, ഹസ്ബൻഡും വൈഫും മക്കളും ഒരുമിക്കുന്ന കവൻഡസ് you have to take holy communion. നിങ്ങളുടെ വീട്ടിൽ മരണം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഓടും. വിജയമുള്ള ജീവിതത്തിനായി നമുക്ക് ഒരുങ്ങാം. അതുകൊണ്ട് സഭാ ഹോളുകൾക്കകത്ത് നിങ്ങൾക്ക് ഹോളി കമ്മ്യൂണിയൻ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭയപ്പെടണ്ട. as early as collect some wine and bread. ഫാമിലിയായിട്ട് വരിക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ധൈര്യമായിട്ടിരിക്കുക. യു ആർ ചൂസൺ ബൈ ഗോഡ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ബ്ലസ് ദ ലോഡ് ഫോർ ദ വൈൻ ആൻഡ്, ഞാൻ പറഞ്ഞല്ലോ, ബ്രെഡിനെ ബ്ലസ് ചെയ്യരുത്, ബ്രെഡിനെ തന്ന ദൈവത്തെ ബ്ലസ് ചെയ്യണം. വൈനെ ബ്ലസ് ചെയ്യരുത്, വൈനെ തന്ന ദൈവത്തെ ബ്ലസ് ചെയ്യണം. ഇത് രണ്ടും തന്ന തമ്പുരാനെ ബ്ലസ് ചെയ്ത് നീ അത് മുറുക്കി നിന്റെ സഹോദരങ്ങൾക്ക്, നിന്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കണം. ഞാൻ വിശ്വസിക്കുന്നു ഒരു കോവിഡും നിന്നെ തൊടത്തില്ല. തിരുമേശയുടെ മഹത്വമാണത്. ഇതിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാനും വിമർശിക്കാനും വരുന്നവൻ അവനേതെങ്കിലും ഭോഷണമാണെന്ന് ഞാൻ വിശ്വസിക്കത്തുള്ളൂ. ഒരു മരണം പോലും തൊടത്തില്ല. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഹോളി കമ്മ്യൂണിയൻ. താങ്ക് യു ലോർഡ് ജീസസ്. സോ ഇന്ന് ഒരു അത്ഭുതത്തിലേക്ക് ദൈവം നിങ്ങളെ നടത്തട്ടെ. ട്രൂ കവൻഡസ്. ഞാൻ പറഞ്ഞത് ഓരോ വീടും ദൈവത്തിൻ്റെ കവൻഡസാണ്. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. യെസ് ബ്രദേഴ്സ്, യെസ്.
എനിക്കറിയാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലും വലിയ മാറ്റങ്ങൾ യേശു ചെയ്യുന്ന എനിക്ക് വിശ്വസിക്കുന്നു. ആൻഡ് ഗോഡ് ഈസ് ചേഞ്ചിങ് യു. ഗോഡ് ഈസ് ചേഞ്ചിങ് യു. എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. നോർത്ത് അമേരിക്ക, താങ്ക് യു സുജിത് ബ്രദർ, താങ്ക് യു സോ മച്ച്. ലെറ്റ് എവറി വൺ ഹിയർ ഷെയർ ദിസ് മെസ്സേജ് ടു എവറി വൺ. എല്ലാവരോടും ഷെയർ ചെയ്യാം. നമുക്ക് ലെറ്റ്സ് എൻജോയ് ദ ലോർഡ് ജീസസ്. നാളെ ഹോളി കമ്മ്യൂണിൻ്റെ വലിയ മിസ്റ്ററീസ് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത, ചിന്തിക്കാത്ത തിരുവഴുത്തിൻ്റെ ഹോളി കമ്മ്യൂണിയൻ്റെ മഹിമയുള്ള വെളിപ്പാട് നാളത്തെ ദിവസമുണ്ട്. കഴിയത്തോളത്തോളം നിങ്ങൾ നാളത്തെ ലൈവ് നിങ്ങൾ ജോയിൻ ചെയ്യണം. നമുക്ക് ഇതിൻ്റെ മഹത്വത്തെ കണ്ട് കർത്താവിൻ്റെ മഹിമയിൽ നമുക്ക് പോകാം. എല്ലാവർക്കും ഒരു പ്രാവശ്യമുണ്ട് ശുഭരാത്രി ഞാൻ നേരുന്നു. കാരണം ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പിലോട്ട് കയറിയാൽ എനിക്ക് നിർത്താൻ പറ്റില്ല. ഓൾമോസ്റ്റ് വി ഹാവ് ക്രോസ്ഡ് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു. ക്ഷമയോടെ ഇത് കേട്ട എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. നമുക്ക് അന്യോന്യം സ്നേഹിക്കാം. സഭകളും വിശ്വാസങ്ങളും വിശ്വാസ പ്രമാണങ്ങളും എല്ലാം മറന്ന് എല്ലാവരും സ്നേഹിക്കാം. ലെറ്റ് us love everyone. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവസ്നേഹത്തിൽ മുന്നോട്ട് പോകാം. ഈ ഒരു പ്രതിസന്ധിയുടെ കാലം കഴിയുമ്പോൾ യേശുവിൻ്റെ സഭ ഒരു നവീകരണത്തിൻ്റെ മഹിമയിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകളെ ഞാൻ നിർത്തുന്നു. ദൈവം എല്ലാവരും